ഷായദ് അലി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എ ഉണ്ട്, സി എം എ ഉണ്ട്, May 25 June 25 എക്സാമിന്റെ ഡയറക്ട് ടാക്സിന്റെ അമെന്റ്മെന്റ്സ് ആണ്. ഇപ്രാവശ്യം കുറെ ആൾക്കാർ എനിക്ക് ചോദിച്ചൊരു മെസ്സേജസ് ആയിരുന്നു, പുതിയ ക്ലാസ് പർച്ചേസ് ചെയ്യണോ, അമെന്റ്മെന്റ്സ് ഭയങ്കര ക്രൂഷ്യൽ അല്ലേ, അതായത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് അമെന്റ്മെന്റ്സ് ഇല്ലേ, നല്ല ചേഞ്ച് ഇല്ലേ, ബിഗ് ഡിഫറൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോടൊക്കെ പറഞ്ഞ പരിപാടി വേണ്ട, ഞാൻ അമെന്റ്മെന്റ് വീഡിയോ ഇടുന്നുണ്ട്, അമെന്റ്മെന്റ് വീഡിയോ കണ്ടാൽ മതി എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. തന്നെയാണ്, ജസ്റ്റ് വാച്ച് ദിസ് അമെന്റ്മെന്റ് വീഡിയോ, ഇറ്റ്സ് ഇനഫ്, ഫാർ ഇനഫ്. പുതിയ ക്ലാസ് പർച്ചേസ് ചെയ്യണം, അമെന്റ്മെന്റിനായിട്ട് പുതിയ ക്ലാസ് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ ബേർഡൻ. റെക്കോർഡിംഗ്സ് വാങ്ങി വീണ്ടും കാണാന്ന് പറയുമ്പോൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് കാണുന്ന പോലെയും. സോ അതിന്റെ ആവശ്യമില്ല, ജസ്റ്റ് വാച്ച് ദിസ് അമെന്റ്മെന്റ് വീഡിയോ, അത് മതി, ഇറ്റ്സ് ഇനഫ്. ഓക്കെ, സോ ഞാനിവിടെ ഫുൾ അമെന്റ്മെന്റ്സ്, അതായത് CA CMA വേണ്ടിയിട്ടുള്ള ഡയറക്ട് ടാക്സിന്റെ എല്ലാ അമെന്റ്മെന്റ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ദിസ് വീഡിയോ. ആൻഡ് ട്രൈ ടു വാച്ച് ദിസ് ഫുൾ. ആൻഡ് കമന്റ്സ്, എന്തെങ്കിലും സജഷൻ കമന്റ്സ് കോട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഞാൻ കൂടുതൽ കളിച്ചിട്ടുന്നില്ല, ഡയറക്ട്ലി ഗോയിങ് ടു ദി ക്ലാസ്. സോ ബിഫോർ ദാറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന നോട്ട് അനുശ്രീ മാമിന്റെ നോട്ടാണ്. സോ താങ്ക് യു അനുശ്രീ മാം ഫോർ ദീസ് വണ്ടർഫുൾ നോട്ട്സ്. ഞാൻ ഈ നോട്ടാണ് കുറേ നോട്ട് ഞാൻ നോക്കി, അപ്പോൾ ഇതാണ് എനിക്ക് ബെറ്റർ ആയി തോന്നിയത്. സോ ഐ പ്രിഫേർഡ് അനുശ്രീ മാമിന്റെ നോട്ടാണ് ഞാൻ എടുത്തത്. സോ താങ്ക് യു സോ മച്ച് അനുശ്രീ മാം. സോ ഡയറക്ട്ലി ഗോയിങ്, നമ്മൾ ഹെഡ് വൈസാണ് പോകുന്നത്. ബേസിക് കൺസെപ്റ്റ്സിൽ എന്തൊക്കെ അമെന്റ്മെന്റ്സ്, അതേപോലെ ഓരോ ഹെഡ്സിൽ സാലറിയിൽ എന്തൊക്കെ അമെന്റ്മെന്റ്സ്, BGP എന്തൊക്കെ അമെന്റ്മെന്റ്സ്, ക്യാപിറ്റൽ ഗെയിൻ, ലോസ് പ്രോപ്പർട്ടി, ഓരോ ഹെഡ്സിൽ എന്തൊക്കെയാണ് അമെന്റ്മെന്റ്സ് വന്നിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ എക്സിസ്റ്റിംഗ് പ്രൊവിഷനും ഉണ്ട്, അമെന്റ്മെന്റ് ഉണ്ട്. സോ പഠിക്കാൻ എളുപ്പമാണ്, അതായത് നിങ്ങൾ എക്സിസ്റ്റിംഗ് പ്രൊവിഷനേക്കാളും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അമെന്റ്മെന്റ് എന്നുള്ളത് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ദാറ്റ് മീൻസ് അമെന്റ്മെന്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈസിയാണ്, എവിടെ അമെന്റ്മെന്റ് വന്നിട്ടുള്ളത് നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുകൊണ്ടാണ് ഈ നോട്ടിനെ നല്ല നോട്ടാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ബേസിക് കൺസെപ്റ്റിൽ നിന്ന്. ബേസിക് കൺസെപ്റ്റിൽ ഫസ്റ്റ് വന്ന അമെന്റ്മെന്റ് എല്ലാവർക്കും അറിയുന്ന അമെന്റ്മെന്റ് ആണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത അമെന്റ്മെന്റ്. അതായത് സ്ലാബ് റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. 115 BAC സ്ലാബ് റേറ്റ്സിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 115 BAC എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് മീൻസ് ഡിഫോൾട്ട് റെജീമിൽ വ്യത്യാസം. അപ്പൊ ഇതെല്ലാവരും അറിഞ്ഞു വെക്കണേ. അതായത് 115 BAC എന്ന് പറഞ്ഞാൽ എന്താണെന്നും, അതേപോലെ അതിൽ തന്നെ സബ്സെക്ഷൻ ഉണ്ട് 1A-യും 6-ഉം. 1A ആണ് ഡിഫോൾട്ട് റെജീം, 6 ഓപ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമാണ്. ഓക്കെ, ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്, സ്റ്റഡി ക്യാമ്പിന്റെ യൂട്യൂബിലുണ്ട്, അത് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതറിയാത്തവർ. അപ്പോൾ ഡിഫോൾട്ട് റെജീമിലാണ് നമ്മളെ സ്ലാബ് മാറിയിട്ടുള്ളത്. പഴയ റെജീമിൽ, അതായത് ഓൾഡ് റെജീമിൽ സ്റ്റിൽ ഇറ്റ് ഈസ് പഴയ സ്ലാബ് തന്നെയാണ്. അപ്പം ഡിഫോൾട്ട് റെജീമിൽ സ്ലാബിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. പഴയതിൽ 3 lakh വരെ എക്സംപ്റ്റഡ് ആയിരുന്നു. ദാറ്റ് മീൻസ് 3 lakh വരെ ടാക്സ് ഇല്ല. ആൻഡ് 3 to 6, 6 to 9, 9 to 12, 12 to 15 ആൻഡ് അബവ് 15, ഇങ്ങനെയാണ് സ്ലാബ് പോയിരുന്നത്. പെർസെൻറ്റേജിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. മാറ്റം സംഭവിച്ചത് ഇതാ നോക്കി, ഇവിടെ 3 to 6-ന് പകരം 3 to 7 ഒന്നും കൂടി എൻലാർജ് ചെയ്തു ആ സ്ലാബ്. ആൻഡ് 7 to 10 ആക്കി. 6 to 9-ലൊക്കെ 1 lakh കൂടി, അത്രേ ഉള്ളൂ. 10 to 12 ഇവിടെ കൂടിയിട്ടില്ല കേട്ടോ. അത് 9 to 12-ന് പകരം ഇത് 10 to 12 ആക്കി. ദെൻ 12 to 15 ആൻഡ് അബവ് 15. അപ്പോൾ ആകെ മാറിയിട്ടുള്ളത് ഈ സ്ലാബ് 5-ന്റെയും 10-ന്റെയും സ്ലാബാണ്. സോറി, 15 മാറിയിട്ടുണ്ട്. ഇത്രയും സ്ലാബ്സ് ആണ് മാറിയത്, ബാക്കി സെയിമാണ്. അപ്പോൾ ഇതിൽ മാറിയത് 6 lakh ഉണ്ടായിരുന്നത് 7 lakh ആയി സ്ലാബ്. അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇത് വെച്ച് ചെയ്യരുത്. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് എനി മാർക്സ്. ഓക്കെ, സോ വെരി ക്രൂഷ്യൽ ആണ് ഈ 115 BAC-യുടെ ഈ മീൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് റെജീമിലാണ് എന്ന് കണ്ടെത്തുന്നത് വെരി ക്രൂഷ്യൽ. പല കുട്ടികൾക്കും ഇപ്പോൾ അത് അറിയില്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏത് റെജീമിലാണ് ചെയ്യേണ്ടത്. അതിൽ ചിലപ്പം പറയും ഷിഫ്റ്റ് ഔട്ട് ഫ്രം 115 BAC, അതിനർത്ഥം ഡിഫോൾട്ട് റെജീം അല്ല, ഡിഡക്ഷൻസ് ഒക്കെ എടുത്ത് ഓൾഡ് റെജീമിലാണ് പോകുന്നതെന്ന്. ചിലപ്പോൾ പറയും ഓപ്റ്റിംഗ്, അതായത് ഓപ്റ്റിംഗ് എന്ന് പറയും, ഓപ്റ്റ് ഔട്ട് എന്ന് പറയും. ഓപ്റ്റിംഗ് 115 BAC എന്ന് പറയും, അതായത് ഡിഫോൾട്ട് റെജീമിലാണ് പോകുന്നതെന്ന് പറയും. ചിലതിലൊരു ഓപ്റ്റ് ഔട്ട് ഫ്രം 115 BAC എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ടേംസ് നിങ്ങൾ ക്രൂഷ്യൽ ആയിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ, സോ നമുക്ക് സ്ലാബ് റേറ്റ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് നമ്മളെ കയ്യിൽ കിട്ടി. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് മറക്കുക, ഇത് ഇനി വേണ്ട, ഇത് ഓർത്ത് വെക്കുക. 3 to 6, 3 to 7, 7 to 10, 10 to 12, 12 to 15 ആൻഡ് 15, 5, 10, 15, 20, 30. ഇത് പഠിക്കാൻ എളുപ്പമാണ്. +5 +5 +5 ഇവിടുന്ന് +10. ഓക്കെ, 5 5 5 10, 5 5 5 10, 5 5 5 5 10. ഓക്കെ, 4 5 ഒരു 10. അങ്ങനെ പഠിച്ച കണ്ട നിങ്ങൾ സ്ലാബ് നിങ്ങൾ ഇഷ്ടത്തിന് പഠിക്കുക. നെക്സ്റ്റ് പഠിക്കുന്നത് കമ്പനീസിന്റെ ടാക്സ് റേറ്റിൽ ചെറിയ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. കമ്പനീസിന്റെ ടാക്സ് കേസിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ കമ്പനീസിനും ഇതേപോലെ ന്യൂ റെജീമും ഓൾഡ് റെജീമും ഉണ്ട്. ഐ തിങ്ക് ഇന്റർ സിലബസിൽ ഇതിന്റെ ടാക്സേഷൻ പഠിക്കാനില്ല, പക്ഷേ ടാക്സ് റേറ്റ് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. സോ 115 BAA-ൽ 22% പ്ലസ് 10% സർചാർജ് ആയിരുന്നു, 15% 10% സർചാർജ് ആയിരുന്നു. ഇതൊന്നും മാറിയിട്ടില്ല, ഇതിലൊക്കെ സെയിം ആണ്. കമ്പനീസിന്റെ ഇതിൽ ആകെ ഇതെല്ലാ കൊല്ലവും മാറുന്നതാണോ ഈ സാധനം. അതായത് ഗ്രോസ് റിസീറ്റ്സ് ടേൺ ഓവറിന്റെ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ 21, 22 എന്നുള്ളത് ഓരോ ഫിനാൻഷ്യൽ കഴിയുമ്പോൾ അങ്ങനെ കൂടും. അത് 22, 23 എല്ലാ വർഷം അമെൻമെന്റ് ആവുന്നതാണ്, എല്ലാ വർഷം മാറും. അവിടെ 25%, അതായത് ഈ ഡൊമസ്റ്റിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയറിൽ, അതായത് പ്രീവിയസ് ഇയറിൽ 22, 23-ൽ 400 കോടിക്ക് താഴെയാണെങ്കിൽ 25% ആണ് ടാക്സ് റേറ്റ് വരിക എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ കൊല്ലം എന്തായിരുന്നു? 21, 22-ലാണ് നോക്കിയിരുന്നത്. ഇക്കൊല്ലം 22, 23. ഇത് എല്ലാ കൊല്ലം വരുന്ന അമെൻമെന്റാണ്.
അടുത്ത കൊല്ലം എന്താവും നോക്കുക, 23, 24 നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. സ്ഥിരം അമെൻമെന്റ് ആണത്. പിന്നെ ഒന്നും മാറിയിട്ടില്ല, ഫോറിൻ കമ്പനീസിന് ഒന്നുകൂടി ടാക്സ് റേറ്റ് കുറച്ച് കൊടുത്തു. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചോണ്ടി, കാരണം MCQലൊക്കെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. സോ 40% ഉള്ളിടത്ത് 35% ഇപ്പോൾ ഫോറിൻ കമ്പനീസിന് ടാക്സ് ഉള്ളൂ. MCQ പെർസ്പെക്റ്റീവിലാണ് ഇത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഇൻ ദി കേസ് ഓഫ് കമ്പനീസിന്റെ ടാക്സ് റേറ്റിലുള്ള വ്യത്യാസം. സോ സ്ലാബ് റേറ്റ് മാറി, കമ്പനീസിന്റെ ടാക്സ് റേറ്റ് മാറി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സാലറിൻ്റെ. അപ്പോൾ ബേസിക് കൺസെപ്റ്റ്സിൽ ആ വരുന്ന അമെൻമെന്റ്സ് മാത്രമേ ഉള്ളൂ. ദെൻ മൂവിങ് ടു സാലറീസ്. സിമ്പിൾ അമെൻമെന്റ്സ് അല്ലേ, ഒന്ന് റിവൈസ് ചെയ്യണം വേണമെങ്കിൽ. ആകെ എന്താ അമെൻമെന്റ് ഉണ്ടായത് ഇവിടെ? ആകെ സ്ലാബ് റേറ്റിൽ മാറി. ദെൻ കമ്പനീസിന്റെ ഫോറിൻ കമ്പനീസിൽ 40 35 ആയി. ദിസ് ഈസ് എ നോർമൽ, എല്ലാ കൊല്ലം വരുന്ന അമെൻമെന്റ് ആണ്. ആ ഇയർ മാറുന്ന കേസ്. ദാറ്റ് മീൻസ് 400 കോഴ്സിന്റെ ആ ക്രൈറ്റീരിയ വരുന്ന ടാക്സ് റേറ്റ് ഇല്ലേ, എല്ലാ കൊല്ലവും മാറുന്നതാണ്. സോ ദർ ഇസ് നോ കോംപ്ലിക്കേഷൻ. നെക്സ്റ്റ് വരുന്നത് സാലറി. സാലറിന്റെ കേസിൽ എന്താണ് അമെൻമെന്റ്? സാലറിന്റെ കേസിൽ ഇറ്റ്സ് റിയലി എന്താ പറയുക, സിമ്പിൾ അമെൻമെന്റ് ആണ്. അതും എല്ലാവർക്കും അറിയുന്ന അമെൻമെന്റ്സ് തന്നെയായിരുന്നു. അതായത് നോർമൽ റെജീം, നമുക്ക് നല്ല റെജീം, നോർമൽ ഇപ്പോൾ ഓൾഡ് റെജീം ഇല്ല. വേർഡിങ്സ് ആക്ച്വലി പല ആൾക്കാരും ഇപ്പോഴും പഠിച്ച അത് വലിയ ക്രൂഷ്യലാണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, അതായത് പല ആൾക്കാരും ഇപ്പോഴും പഠിക്കുന്ന ഓൾഡ് ന്യൂ എന്നാണ്. ഓൾഡ് ന്യൂ അല്ല, ആക്ച്വലി നോർമലും ഡിഫോൾട്ടും. നോർമലാണ് പഴയ ഓൾഡ്, ഡിഫോൾട്ടാണ് ആ പഴയ ന്യൂ. ഓക്കെ, അപ്പം അങ്ങനെ വേണം വേർഡിങ്സ് പഠിക്കാൻ. ഇപ്പം നോർമൽ റെജീമിൽ നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ 50 ആണ് പണ്ട്. മറ്റേ 115 BSCയിലും സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ 50,000 ആയിരുന്നു. സെയിം സ്റ്റാൻഡേർഡ് ഡയറക്ഷനിൽ മാറ്റില്ല. സാലറിയുടെ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ സെക്ഷൻ 16 അനുസരിച്ചുള്ള അത് പ്രൊഫഷണൽ ടാക്സും എന്റർടൈൻമെന്റ് ടാക്സും നോർമലിൽ അലൗഡ് ആയിരുന്നു. പണ്ട് 115 ബേസിൽ അലൗഡ് അല്ല, എപ്പോഴും അലൗഡ് അല്ല കേട്ടോ. ആകെ മാറിയിട്ടില്ല എന്താ, 115 BSCയിൽ ആകെ അമെൻഡ് ചെയ്തത് 50 ഉള്ളത് 75,000. അതായത് ഞാൻ ഡിഫോൾട്ട് ടാക്സ് റെജീമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സാലറി ഇൻകം എനിക്ക് ഉണ്ട് വെച്ചാൽ എനിക്ക് സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ 75,000 കിട്ടും. പണ്ടത് 50 ആയിരുന്നു. 75,000 വരെ സ്റ്റാൻഡേർഡ് ഡയറക്ഷൻ കിട്ടും. അതാണ് അടുത്ത അമെൻമെന്റ്. അപ്പോൾ അത് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. എന്താ ആകെ മാറിയ സാലറിയിൽ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 115 BSc ആണെങ്കിൽ, മറക്കരുത്, 115 BSc ആണ് ഡിഫോൾട്ട് റെജീമാണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 75K ആയിട്ടുണ്ട്. പണ്ട് 50 ആയിരുന്നു, 75K ആയി. ഓക്കെ, അടുത്തത് ഈ RFA കമ്പ്യൂട്ടേഷൻ. ഇത് ചേഞ്ച് ആയത് ആക്ച്വലി കഴിഞ്ഞ ഡിസംബർ അറ്റംപ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം മാറിയത്. ഈ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ ചേഞ്ച് സംഭവിച്ചത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അപ്ലിക്കേഷൻ, അതിന്റെ ആക്ച്വൽ അപ്ലിക്കേഷൻ വന്നു തുടങ്ങിയത് ഈ ഫിനാൻഷ്യൽ ഇയർ തൊട്ടാണ്. അതായത് ഇത് ഞാൻ കഴിഞ്ഞ എൻ്റെ അമെൻമെന്റ് വീഡിയോയിൽ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ ആ പോർഷൻ ഞാൻ വെരി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ അമെൻമെന്റും ഈ സാധനവും ഞാൻ അപ്പത്തെ ആ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് എക്സാമ്പിൾ. അതായത് ഇവിടെ RFA നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇയർ 1 നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് 1 lakh ആണെന്ന് കൂട്ടാം. RFA കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ അമെൻമെന്റ് വീഡിയോയിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന അമെൻമെന്റ് ആണ്. ഞാൻ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ രണ്ടാമത്തെ വർഷത്തിലോട്ട് പോകുമ്പോൾ, അതായത് സെയിം എന്താ പറയുക, അതേ റെന്റ് ഫ്രീ അക്കോമഡേഷൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ മാറ്റമൊന്നുമില്ല. അതായത് സെയിം എന്താ പറയുക, റെന്റും കാര്യങ്ങളും സെയിം ആ വരുന്നതെന്നുണ്ടെങ്കിൽ, പക്ഷേ ടാക്സബിൾ വാല്യൂ ഓഫ് RFA പെർക്യൂസിറ്റ് ഈസ് 1,50,000. RFAയുടെ ടാക്സബിൾ വാല്യൂ 1.5 ലക്ഷം. അപ്പോൾ 1 ലക്ഷമായിരുന്നു ഇയർ 1. ഇയർ 2 1.5 ലക്ഷമാണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്നത്. അങ്ങനെയാവുമ്പോൾ നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതായത് CII വെച്ചിട്ട്, നമ്മളെ ഇൻഡെക്സ് റേറ്റ് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്യണം അവിടെ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അമെൻമെന്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ. കഴിഞ്ഞ പ്രാവശ്യത്തല്ല, ജൂണത്തെ കേട്ടോ, സോറി, ഞാൻ ഡിസംബർ എന്നാണ് സ്പെൽ ചെയ്തത്. ജൂൺ 2024 അമെൻമെന്റ് വീഡിയോ എന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ജൂൺ 2024. ഓക്കെ, അപ്പോൾ ജൂൺ 2024 അമെൻമെന്റ് വീഡിയോ എടുത്ത് നോക്കുക. RFA കമ്പ്യൂട്ടേഷൻ. അതായത് ഇവിടെ നമ്മൾ ഇയർ 1 സാധനം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇയർ 2ന്റെ CII വെച്ചിട്ട് ആ എമൗണ്ട് മാത്രം ടാക്സബിൾ ആക്കിയാൽ മതി. അപ്പോൾ നോക്കിയ ഇയർ 1 പെർക്യൂസിറ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്ത് ഇയർ 2 ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, CII മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ ഇയർ 1 CII. അപ്പം ഞാൻ ഈ ഇയർ 1 സാധനം ഞാൻ ഇന്നത്തെ ഇൻഡെക്സേഷൻ റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. മനസ്സിലായോ? അപ്പം 1.5 ലക്ഷമോ ഇതോ വിച്ച് ഈസ് ലോവർ എന്ത് ചെയ്താൽ മതി, ഞാൻ ടാക്സബിൾ ആക്കിയാൽ മതി RFA. മനസ്സിലായി? അപ്പം എക്സീഡ് ചെയ്യേണ്ട. ഇയർ 1 CII വെച്ചിട്ട് മറ്റേ ഇയർ 1 ഇൻഡെക്സേഷൻ ചെയ്യുക. അതാണ് സംഭവം. ഇയർ 1 ഇൻഡെക്സേഷൻ ചെയ്ത് കൂട്ടുമ്പം ഇയർ 1 ആണോ 2 ആണോ കുറവ്, ഇയർ 1 ഇൻഡെക്സ് ചെയ്ത എമൗണ്ട് ആണോ കുറവ്, ഇയർ 2 ആക്ച്വൽ എമൗണ്ട് ആണോ കുറവ്, വിച്ച് ഈസ് ലോവർ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ടാക്സബിൾ ആക്കിയാൽ മതി എന്നുള്ള പ്രൊവിഷൻ. സോ ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇത് ഇയർ 2 തൊട്ട് അപ്ലിക്കബിൾ ആവാൻ തുടങ്ങുക. കാരണം ഇയർ 1 ഉണ്ടായാലല്ലേ ഇയർ 2 വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് അപ്ലിക്കബിൾ ആയിരുന്നില്ല. ഇപ്രാവശ്യം തൊട്ടാണ് ഇതിന്റെ അപ്ലിക്കബിലിറ്റി വന്നു തുടങ്ങിയത്. അതാണ് ദിസ് പ്രൊവിഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഫിനാൻസ് ആക്ട് 2023. കഴിഞ്ഞ പ്രാവശ്യം വന്നതാണ്, പക്ഷേ അപ്ലിക്കബിൾ ആയത് ഈ പ്രീവിയസ് ഇയർ തൊട്ടാണ്. നമ്മൾ ഈ തൊട്ടാണ് അപ്ലിക്കബിൾ ആയത്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ ആക്ച്വലി കഴിഞ്ഞ അമെൻമെന്റ് വീഡിയോയിൽ ഉണ്ട്. ജൂൺ 2024 അമെൻമെന്റ് വീഡിയോയിൽ ഈ പറഞ്ഞ സാധനം എഗെയിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ വല്ലാതെ നോക്കണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ
ഈ പ്രീവിയസ് ഇയർ തൊട്ട് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം 2 ഇയർ വന്നുകൊണ്ട് തന്നെ ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടുള്ള RFA കമ്പ്യൂട്ടേഷൻ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടി വരും. കാരണം ഇയർ 2 ചെയ്യുമ്പം ഇയർ 1 ഇപ്പം നമ്മൾ 2ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത് വെച്ചാൽ ഇയർ 1 ഡീറ്റെയിൽസ് തരും, ഇയർ 2 ഡീറ്റെയിൽസും തരും. നമ്മൾ ഇയർ 2 കമ്പ്യൂട്ടേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇയർ 2 ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും ചെയ്ത് നോക്കണം. ഇയർ 2 ആക്ച്വൽ ടാക്സബിൾ പ്രിക്വിസിറ്റ് എത്ര പ്ലസ് ഇയർ 1 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും ചെയ്ത് നോക്കിയിട്ട് ഇതിൽ കുറവ് വേണം എടുക്കാൻ. മനസ്സിലായി? ഇതിൽ കുറവ് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഈ കാൽക്കുലേഷൻ എക്സ്ട്രാ വരുന്ന ഒരു വർക്കായി മാറും, ഒരു വർക്ക് ഇന്നോട്ടായി മാറും. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. അതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഒന്ന് ആ വീഡിയോ നോക്കുക എന്നുള്ളത്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ. ഓക്കെ, വാട്സപ്പിന് അപ്പം തന്നെ നമ്പർ കൊടുക്കുക. കാരണം ഇതിപ്പോൾ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് പറ്റുമെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വി ക്യാൻ ഡിസ്കസ് എ പ്രോബ്ലം ഇൻ സം അതർ, അതായത് അമെൻമെൻറ്റ്സ് മാത്രം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ ഡൂ ദാറ്റ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നോക്കാം. പക്ഷെ അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ട് വെച്ചാൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ മൈ പേഴ്സണൽ നമ്പർ 8943081450. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അമെൻമെൻറ്റ്സ് മാത്രം ഡിസ്കസ് ചെയ്ത് പോകാം, പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ. ഐ വിൽ സ്പെൽ ദി നമ്പർ 8943081450. ഓക്കെ, ഇതിൽ കോൺടാക്ട് ചെയ്യുക. യു ക്യാൻ ആസ്ക് ദി ഡൗട്ട്സ്. സോ ദാറ്റ്സ് ഓൾ. ഇത് അമെൻമെൻറ്റ്സ് ഇൻ സാലറി. ഇപ്പോൾ സാലറിയിലെ ക്രൂഷ്യൽ അമെൻമെൻറ്റ് എന്താ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000. പിന്നെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഓൾറെഡി അമെൻഡഡ് ആണ്, പക്ഷേ അതിൻ്റെ അപ്ലിക്കബിലിറ്റി വന്നു തുടങ്ങിയത് ഈ വർഷം തൊട്ടാണ്. സോ ആ ഒരു കേസ്. നെക്സ്റ്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയാണ് അമെൻമെന്റ്സ് എന്നുള്ളത് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയൊരു ഇതൊരു കുറച്ച് ക്രൂഷ്യൽ ആണെന്ന് പറയാം. കാരണം ഇത് ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഈ പ്രൊവിഷൻ വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് പറയാം. വെൻ ദി HP ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ബൈ അസസി ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ, വെൻ ദി അസസി ഇൻ ദി ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് ഓഫ്, അതായത് ഇത് നോക്കാം. വെൻ ദി HP ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ബൈ അസസി ഫോർ ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, വെൻ ദി അസസി ഈസ് ഇൻ ദ ബിസിനസ് ഓഫ് ലെറ്റിംഗ് ഔട്ട് റെസിഡൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. അതായത് ഈ രണ്ട് സിറ്റുവേഷനിൽ ഇത് ഏത് ഹെഡിലാണ്? ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിലും ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ PGBP. ഓക്കെ, ഒന്നെന്താണ് സെൽഫ് ഒക്യുപ്പൈഡ് ആണ്, പക്ഷേ ബിസിനസിൻ്റെയും പ്രൊഫഷൻ്റെയും ആണത്, ഇൻഡിവിജ്വലിൻ്റെ അല്ല. അതായത് ബിസിനസിൻ്റെ ആണ്. ബിസിനസിൻ്റെ ഇൻഡിവിജ്വലിനെ ഉദ്ദേശിക്കുന്നത് ബിസിനസിൻ്റെ ആണ്. ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ടുള്ള HP എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലല്ല ട്രീറ്റ് ചെയ്യുക, PGBPയിലാണ് ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബിസിനസ്സിലുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്ത് റെസിഡൻഷ്യൽ പർപ്പസിനാവാം, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസിനാവാം. ആ രണ്ട് കേസാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ PGBP. അപ്പം ഒരു ബിസിനസ്സിലെ ഹൗസ് പ്രോപ്പർട്ടീനെ ട്രീറ്റ് ചെയ്യുന്നത് PGBPയിലാണ്, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലല്ല. അത് സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലും ലെറ്റ് ഔട്ടിന് പർപ്പസ് റെസിഡൻഷ്യലിനോ കൊമേഴ്ഷ്യലിനോ കൊടുത്താലും, രണ്ട് റെസിഡൻഷ്യൽ ആണെങ്കിലും കൊമേഴ്ഷ്യൽ ആണെങ്കിലും ട്രീറ്റ് ചെയ്തിരുന്നത് PGBPയിലായിരുന്നു. പിന്നീട് അതിന് അമെൻഡ് ചെയ്തു. അതായത് സെൽഫ് ഒക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ബിസിനസ് ഓർ പ്രൊഫഷൻ തന്നെ. ഫസ്റ്റ് ഇതിൽ അമെൻമെന്റ്സ് ഇല്ല, ഈ പ്രൊവിഷനിൽ അമെൻമെന്റ്സ് ഇല്ല, ഇതിൽ അമെൻമെന്റ്സ് ഒന്നുമില്ല, പഴയ പോലെ തന്നെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓക്കെ, പക്ഷേ ഇതിൽ രണ്ടാമത്തേൽ, അതായത് ലെറ്റിംഗ് ഔട്ടിന് കൊടുക്കുന്ന കേസിൽ ഒരു അമെൻമെന്റ് വന്നു. ആ റെസിഡൻഷ്യൽ എന്നുള്ള പോർഷൻ ഇത് ഒഴിവാക്കി. അതായത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ ബിസിനസ് ഹെഡിൽ വരുള്ളൂ. അപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്താൽ ഏത് ഹെഡിക്ക് തന്നെ പോകും? HP തന്നെ പോകും. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ PGBP ഹെഡിലോട്ടാണ് ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ ടാക്സ് കുറയും. HP-യിലാണോ PGBP-യിലാണോ കൂടുതൽ ടാക്സ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് HP-യിലാണ് കൂടുതൽ ടാക്സ്. കാരണം അതൊരു സെപ്പറേറ്റ് ഇൻകം ആയിട്ട് 30% ഡിഡക്ഷൻ മാത്രമേ കിട്ടുള്ളൂ, പിന്നെ മുനിസിപ്പൽ ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പക്ഷേ നോക്കുമ്പോൾ PGBP-നെക്കാളും നല്ലത് HP-യിൽ ടാക്സ് ചെയ്യുന്ന. അപ്പം ഇത്രയും ഐറ്റംസ് PGBP-ക്ക് പോകുമ്പോൾ ജനറലി ടാക്സ് കുറയും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇതിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് HP കിട്ടാൻ. അപ്പം ഇറ്റ് ഈസ് ബെനിഫിറ്റ് ഫോർ ദി ഗവൺമെന്റ്. ആക്ച്വലി ഗവൺമെന്റിന് അത് ബെനിഫിറ്റ് ആണ്, നമുക്ക് ബെനിഫിറ്റ് അല്ല. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അസസി ബിസിനസ് ചെയ്യുന്ന ഒരു അസസിയാണ്. അയാൾ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ അത് HP-യിലാണ് വരിക. മുമ്പ് അത് HP-യിലല്ലായിരുന്നു, PGBP-യിലാണ് വന്നിരുന്നത്. ഇനി അത് തന്നെ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിലാണ് വരിക? PGBP-യിലാണ് വരിക. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിലോ PGBP-യിലാണ് വരിക. ശ്രദ്ധിക്കണേ. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ബിസിനസ്സിലുള്ള ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ, ലെറ്റ് ഔട്ടിന് കൊടുക്കുന്ന റെസിഡൻഷ്യൽ പർപ്പസിനുള്ള റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഇതാണ് പ്രോപ്പർട്ടിയാണ് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് HP-യിലും, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് PGBP-യിലാണ് വരിക. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ PGBP തന്നെ വരിക. ഇതാണ് വന്ന അമെൻമെന്റ്. ആ റെസിഡൻഷ്യൽ ഉള്ളത് ഒഴിവാക്കി. പണ്ട് റെസിഡൻഷ്യലും PGBP-യിലായിരുന്നു, ഇപ്പോൾ റെസിഡൻഷ്യൽ PGBP-യിലല്ല, HP-യിലാണ്. ദാറ്റ്സ് ദി പ്രൊവിഷൻ. അതിന് താഴെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. If assessee is to let out the property, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ PGBP-യിലായിരുന്നു, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ PGBP-യിലായിരുന്നു. ഇപ്പോൾ അമെൻഡ് ചെയ്ത് മറ്റേ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാക്കി, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ PGBP തന്നെ.
ഓക്കെ, ഇറ്റ്സ് എ സിമ്പിൾ അമെൻമെന്റ്. ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാനല്ല, അറിഞ്ഞു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് PGBP. ഓക്കെ, PGBPയിലുള്ള അമെൻമെന്റ്സ് എന്തൊക്കെ? ഇറ്റ്സ് എ ക്രൂഷ്യൽ അമെൻമെന്റ്സ്. ഇപ്പോൾ 2 ഹെഡ് കഴിഞ്ഞ്, സാലറി കഴിഞ്ഞ്, HP കഴിഞ്ഞ്, നമുക്ക് തോന്നുന്ന കൂടുതൽ അമെൻമെന്റ്സും വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ഗെയിനില്ല. ഇന്നലെ ആരോ ചോദിച്ചു കേട്ടു എന്നോട്, ക്യാപിറ്റൽ ഗെയിനിൽ ഭയങ്കര പണിയല്ലേ? പണിയില്ല, സിമ്പിളാണ്. നമ്മൾ സിമ്പിളാക്കി തരാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ക്രൂഷ്യൽ അമെൻമെന്റ്സ് ഉണ്ട്? അതായത് നിങ്ങൾക്ക് തല പുകയുന്ന അമെൻമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? നത്തിങ്, ഒന്നുമില്ല. പക്ഷെ ഇനി അങ്ങോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ PGBPയിലും കാര്യമായിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തല പുകക്കുന്ന അമെൻമെന്റ്സ് ഒന്നുമില്ല. അപ്പൊ ഇതില് ഫസ്റ്റ് ഒന്ന് വന്നത് എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷന്റെ കേസാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇസ് ആക്ച്വലി എക്സ്പെൻസ് ഫോർ ദി എംപ്ലോയീസ്. അല്ല, ഒരു ബിസിനസ്സിലെ NPS അപ്പൊ എന്ത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞില്ല. NPSക്കുള്ള കോൺട്രിബ്യൂഷൻ ഇല്ലടാ. അപ്പം എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ടു NPS ആക്ച്വലി ഇറ്റ് ഈസ് എ എക്സ്പെൻസ് അല്ലേ? നമ്മൾ അലൗഡ് ഇൻ PGP കമ്പ്യൂട്ടേഷൻ. PGPയിൽ നമുക്ക് അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. P&L കാണിക്കാം. അപ്പം അതിൽ മാക്സിമം എത്ര വരെ എംപ്ലോയീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മുമ്പ് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ? 10% പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 10% ഓഫ് സാലറി. ഇപ്പോൾ അത് എത്ര ഉണ്ട്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, 14%. അതായത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ്റെ മാക്സിമം ലിമിറ്റ് 10% ഉണ്ടായിരുന്നത് 14% ആക്കി. ഓക്കെ, അപ്പം എംപ്ലോയർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എംപ്ലോയിക്ക് വേണ്ടി NPSയിലോട്ട്. മാക്സിമം ലിമിറ്റ് എത്രയാ? 10% ഓഫ് സാലറി ആയിരുന്നു. ഇപ്പം എത്രയാ? 14% ഓഫ് സാലറി ആണ്. സാലറിയുടെ ഡെഫിനേഷൻ മാറിയിട്ടൊന്നുമില്ല. ബേസിക് സാലറി പ്ലസ് DA ഫോമിംഗ് പാർട്ട്, ബേസിക് സാലറി പ്ലസ് ഫോമിംഗ് DA. ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ വേറെ സ്ഥലത്തും കൂടി വരും. 80CCD സബ്സെക്ഷൻ 2 ഡിഡക്ഷൻ ആക്കി എടുത്തൂടെ? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS ഈസ് ഡിഡക്ഷൻ ഫോർ ദി എംപ്ലോയീസ് അല്ലേ? ഡിഡക്ഷൻ ആക്കി എടുക്കാം. 80CCD 2ലും മാറിയിട്ടുണ്ടാവും. ഇത് നമുക്ക് അപ്പോൾ ആ സമയത്ത് നോക്കാം. ഇപ്പോൾ തന്നെ നോക്കണ്ട, എന്നാൽ നമുക്ക് ആ സമയത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ അവിടെയും വന്നിട്ടുണ്ടാവും. അപ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS ഈസ് 10% അല്ല, ഇനി മുതൽ 14% ആണ്. മാക്സിമം 15% കൊടുത്താൽ അലോവില്ല. 16 ഒന്നും അലോവല്ല. 14% വരെയാണ് അലോവബിൾ ഡിഡക്ഷൻ. ഓക്കെ, സെക്ഷൻ 36 സബ്സെക്ഷൻ 1 4A. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് അമെൻമെന്റ് സെക്ഷൻ 40B-യിലായിരുന്നു. നമ്മുടെ പാർട്ട്നേഴ്സിനുള്ള റെമ്യൂണറേഷൻ്റെ കേസില്ലേ? സോ പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ആക്ച്വലി ഇറ്റ് ഈസ് എന്താ പറയുക, എക്സ്പെൻസ് ഫോർ ദി പാർട്ട്ണർഷിപ്പ് ഫേം. അത് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് എ ടാക്സബിൾ ഫോർ ദി പാർട്ട്നേഴ്സ്. അങ്ങനെയാണല്ലോ ടാക്സ് സിസ്റ്റം വരുന്നത്. അപ്പോൾ മുമ്പ് ഇത് നിങ്ങൾക്ക് അറിയാം. അതായത് ഒന്ന്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ ഫുള്ളി ഡിസലൗഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് റെമ്യൂണറേഷൻ അലൗഡ് അല്ല, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ആക്റ്റീവ് പാർട്ട്നേഴ്സിൻ്റെ ആണ് റെമ്യൂണറേഷൻ അലോ ചെയ്തിരുന്നത്. പക്ഷെ അത് തന്നെ ലിമിറ്റ് ഉണ്ടായിരുന്നു ഓൺ ദി ഫസ്റ്റ് ബുക്ക് പ്രോഫിറ്റിൻ്റെ. ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യത്തെ 3 ലക്ഷത്തിന് 90% ഓഫ് പ്രോഫിറ്റും ഓർ 1,50,000 വിച്ച് ഈസ് ഹയർ ആയിരുന്നു. ബാലൻസ് ബുക്ക് പ്രോഫിറ്റിൻ്റെ 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആയിരുന്നു റെമ്യൂണറേഷൻ അലോ ആയിട്ടുള്ള റെമ്യൂണറേഷൻ. സോ ഫസ്റ്റ് 3 ലാഖിൻ്റെ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റോ ഓർ 1,50,000. നെക്സ്റ്റ് ബുക്ക് പ്രോഫിറ്റിൻ്റെ 60%. സോ റെമ്യൂണറേഷൻ അലൗഡ് ഫോർ ദി ഫേം വിൽ ബി ടാക്സബിൾ ഫോർ പാർട്ട്നേഴ്സ് അല്ലേ? ഫേമിന് എക്സ്പെൻസ് ആണെങ്കിലും പാർട്ട്നേഴ്സിന് ടാക്സബിൾ. ഇതായിരുന്നു മുമ്പത്തെ പ്രൊവിഷൻ. ഇതുവരെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഡിസംബർ അറ്റംപ്റ്റ് വരെ. അതൊന്ന് മാറി, ജൂൺ അറ്റംപ്റ്റ് ആയപ്പോൾ മാറി. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സിൻ്റെ സ്റ്റിൽ ഡിസലൗഡ് ആണ്. പക്ഷേ ഈ സ്ലാബ് മാറി, ഇവിടെ 6 ലാഖ് ആക്കി, ഒന്നും കൂടി വൈഡാക്കി. 6 ലക്ഷം വരെ ഓഫ് ദി ബുക്ക് പ്രോഫിറ്റ് 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓഫ് 3 ലാഖ് വിച്ച് ഈസ് ഹയർ. ബാലൻസ് ബുക്ക് പ്രോഫിറ്റിൻ്റെ 60%. അപ്പോൾ ആ 3 ലാഖ് ഉള്ളത് എന്താക്കി? 6 ലാഖ് ആക്കി. ഇത് മാത്രമേ ചേഞ്ച്. ദിസ് ഈസ് നോട്ട് 3 ലാഖ് നൗ, ദിസ് ഈസ് 6 ലാഖ്. ബാക്കിയൊക്കെ സെയിം. ബാക്കി 1,50,000 ഉള്ളത് ആ സ്ലാബിനെ മാറ്റി 3 ലാഖ് ആക്കി. ദിസ് ഈസ് 3 ലാഖ്. ഓക്കെ, സോ ഒക്കെ *2 സംഭവിച്ചു അല്ലേ? 3 ലാഖ് ആയിരുന്നു, *2 6 ലാഖ് ആയി. 1,50,000 ആയിരുന്നു, *2 3 ലാഖ് ആയി. ഒക്കെ *2 സംഭവിച്ചു. ഓക്കെ, ബാക്കി ബാലൻസ് ഈസ് സെയിം. സോ അത് ഓർത്ത് വെക്കുക. കാരണം കാലാകാലങ്ങളായിട്ട് മാറാത്തൊരു സാധനമായിരുന്നു അത്. ഞാൻ പഠിച്ച സമയത്തും ഈ 3 ലാഖ് ആൻഡ് 90% 1,50,000 ഈ സാധനം സെയിം ആയിരുന്നു. ഇപ്പം അത് മാറി. ഓക്കെ, സോ ഭയങ്കര ചേഞ്ച് സംഭവിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ചേഞ്ച്. ഞാൻ DT ഇന്റർന് പഠിക്കുമ്പോഴും ഈ 3 ലാഖ് 90% 1,50,000 ഈ സ്ലാബ് ആയിരുന്നു. ഇത് മാറി, ബിഗ് ചേഞ്ച് ആണ്, നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സോ ഓർത്ത് വെക്കുക, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് അമെൻമെന്റ്. സോ PGBPയിലെ അമെൻമെന്റ് കഴിഞ്ഞു. സോ വി കംപ്ലീറ്റഡ് 3 ഹെഡ്സ്: സാലറി, അതേപോലെ തന്നെ HP ആൻഡ് PGBP. ബേസിക് കൺസെപ്റ്റും കഴിഞ്ഞു. സോ എൻ്റെ ഒരു ഇതിൽ, അതായത് അമെൻമെന്റ്സ് ഉണ്ട്, പക്ഷേ ഇതുവരെ പഠിച്ച അമെൻമെന്റ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞു. ഇസ് ദർ എനി കോംപ്ലിക്കേഷൻ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. പക്ഷേ നിങ്ങൾക്കൊക്കെ പേടി അമെൻമെന്റ്സ് എന്ന് പറയുമ്പോൾ. അമെൻമെന്റ്സ് ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വാച്ച് എ വീഡിയോ, അമെൻമെന്റ് വീഡിയോ. പിന്നെ ഇപ്പം എൻ്റെത് കണ്ടെങ്കിൽ വേറെ ആൾക്ക് കണ്ടാലും മതി. നിങ്ങൾ അമെൻമെന്റിനായിട്ട് കുറേ കുട്ടികൾ മണ്ടത്ര കാണിക്കുന്നത്. അമെൻമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയ ക്ലാസ് പർച്ചേസ് ഇരുന്ന് കാണാൻ തുടങ്ങും. ഒരു ആവശ്യമില്ല. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമെൻമെന്റ്സ് നല്ല രസമുള്ള അമെൻമെന്റ്സ് അല്ലെങ്കിൽ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള അമെൻമെന്റ്സ് സംഭവിച്ചിട്ടുള്ള ഒരു ഏരിയ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ
വേറെല്ലോടത്ത് അങ്ങനെ വലിയ അമെൻമെന്റ്സ് അല്ലെങ്കിൽ വലിയ ഇപ്പം നമ്മൾ കണ്ടു വലിയ അമെൻമെന്റ്സ് അല്ലെങ്കിൽ ബിഗ് ചേഞ്ച് ഭയങ്കര ത്രോട്ട് ചേഞ്ച് ഇല്ല. ക്യാപിറ്റൽ ഗെയിനിൽ അത്യാവശ്യം നല്ല ചേഞ്ച് ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. സോ ക്യാപിറ്റൽ ഗെയിനിൽ ചേഞ്ച് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരിയഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണോ എന്ന് നമ്മൾ നോക്കുന്നത് പീരിയഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ടാണ്. അതായത് ചില അസറ്റ്സ് നമ്മൾ 12 ലാഖിൻ്റെ താഴെ യൂസ് ചെയ്യുന്ന STG 12 ലാഖിൻ്റെ മുകളാണെങ്കിൽ STG ചിലതിന് 24 ആണ്, ചിലതിന് 36 മന്താണ്. ഇവിടെ തന്നെ ഉണ്ട് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ നോക്കിയാൽ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ലിസ്റ്റഡ് അൺലിസ്റ്റഡ് യൂണിറ്റ്സ് ഓഫ് UTI, മറ്റേ എക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്, യൂണിറ്റ് അൺലിസ്റ്റഡ് സീറോ കൂപ്പൺ ബോണ്ട്, ഇതിനൊക്കെ 12 മന്ത്സ് ആയിരുന്നു. ഇപ്പോഴും 12 മന്ത് തന്നെയാണ്. ഓക്കെ. ദെൻ അൺലിസ്റ്റഡ് ഷെയർസ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇതിനൊക്കെ 24 മന്ത് ആയിരുന്നു. ഇപ്പോഴും 24 തന്നെയാണ്. ഇതല്ലാതെ വേറെ ഏത് അസറ്റ് വന്നാലും 36 മന്ത് ആയിരുന്നു. അത് മീൻസ് 36 മന്തിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും 36 മന്തിൻ്റെ മേലാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ആയിരുന്നു. ഇപ്പോൾ ആ 36നെ മാറ്റി 24 മന്ത് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ വന്ന ചേഞ്ച്, പീരിയഡ് ഓഫ് ഹോൾഡിങ്ങിൽ വന്ന ചേഞ്ച്. അപ്പം ഈ പറഞ്ഞ ഏത് അസറ്റും, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ല, അൺലിസ്റ്റഡ് അസറ്റ് അല്ല, ഏത് അൺലിസ്റ്റഡ് ഷെയർസ് അല്ല, ഏതാണെങ്കിലും അതർ അസറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ 24 മന്തിൻ്റെ ആണ് നോക്കേണ്ടത്. 24 മാസത്തിൽ എബോവ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും, 24 മാസത്തിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ്. 36 ഉള്ളത് 24 ആക്കി എന്നുള്ളതാണ് ചേഞ്ച്. ഇനി ഇതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫറും കൂടി നോക്കണം. ഈ ക്യാപിറ്റൽ ഗെയിനിൽ എല്ലാ ചേഞ്ചസും മാറിയിട്ടുള്ളത്, അതായത് എല്ലാ ചേഞ്ചസും നമ്മൾ കാൽക്കുലേഷനിൽ എടുക്കുന്നത് 23/7/2024 തൊട്ടാണ്. ഓക്കെ. സോ ദിസ് ഡേയ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് നമ്മൾ ഈ ഡേറ്റ് നോക്കേണ്ടി വരും. 23/7/4 ശേഷമാണോ ട്രാൻസ്ഫർ നടന്നത് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പീരിയഡ് ഓഫ് ഹോൾഡിംഗ് കിട്ടുക. മറ്റത് പഴയതിനായിരിക്കും. സോ ദിസ് ഡേറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. 23/7/2024 ശേഷം ഉള്ള സംഭവമാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 24 മാസം. 23/7/2024 മുന്നേ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 36 മാസം. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ഇടാൻ തോന്നുന്നു. ഡേറ്റ് ഒക്കെ വെച്ചിട്ട് 2 ഡേറ്റ് ഒക്കെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഇന്റർനൊന്നും അങ്ങനെ ആക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ ഡേറ്റ് ശ്രദ്ധിക്കുക. സോ ക്യാപിറ്റൽ ഗെയിനിലുള്ള എല്ലാ ചേഞ്ചും ഈസ് എഫക്ട് ഫ്രം 23/7 അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിൽ വേറെ എന്തെങ്കിലും അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്തത് ഒരു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ 2024 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ, 24 മാസം വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടത്, 24 മാസം യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 36 മാസം വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഐ തിങ്ക് ഇതും വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഇല്ലല്ലോ, വലിയ പ്രശ്നമില്ല. ഇറ്റ്സ് സിമ്പിൾ ആക്ച്വലി. നെക്സ്റ്റ് ഇൻഡെക്സേഷനിലാണ് വലിയൊരു ചേഞ്ച്, അതായത് ഭയങ്കര ഒരു ചേഞ്ച് ഇൻഡെക്സേഷനിൽ സംഭവിച്ചത്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഓൾസോ. അതായത് നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് കിട്ടുമായിരുന്നു. നമുക്ക് അറിയുണ്ടാവും ഇൻഡെക്സേഷൻ നമുക്ക് നമ്മളെ CI വെച്ചിട്ട് അല്ലേ, നമുക്ക് ഇൻഡെക്സേഷൻ റേറ്റ് ഉപയോഗിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സേഷൻ ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഇൻഡെക്സ് ചെയ്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷനെ പുതിയ വാല്യൂലോട്ട് മാറ്റി അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കും, ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ് ചെയ്യും, എന്നിട്ട് നമ്മൾ അതിൻ്റെ അതാണ് ക്യാപിറ്റൽ ഗെയിൻ, അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ശരിയല്ലേ? അപ്പം എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് LT ആർ ടു ബി ഇൻഡെക്സ്ഡ്. പണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഒക്കെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുമായിരുന്നു. ഓക്കെ, എല്ലാ അസറ്റിനും. പക്ഷേ പണ്ട് തന്നെ കിട്ടാത്ത കുറേ അസറ്റ്സ് ഉണ്ട്. താഴെ പറഞ്ഞ അസറ്റ്സിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടൂല. അതായതൊക്കെയാണ് പണ്ട് അങ്ങനെ തന്നെയായിരുന്നു, ഇതേപോലെ തന്നെ. അതായത് ബോൺസ്, ഡിബഞ്ചേഴ്സ്, എക്സെപ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ ഇൻഡെക്സ്, സോവറിൻ ഗോൾഡ് ബോൺസ്, സെക്യൂരിറ്റീസ് ഓഫ് ഇന്ത്യൻ കമ്പനീസ്, ഡിപ്രീഷ്യബിൾ അസറ്റ്സ്, സ്ലംബ് സെയിൽ, സെക്ഷൻ 112A കേസസ്, അതേപോലെ സെക്ഷൻ 50A കേസസ്. ഇത്രയും സംഭവങ്ങൾക്ക് പണ്ടും ഇൻഡെക്സേഷൻ കിട്ടൂലായിരുന്നു. ഓക്കെ. അല്ലാത്തതിനൊക്കെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. നമ്മൾ ഓഫ് കോഴ്സ് നമ്മളെ കാൽക്കുലേഷനിലൊക്കെ ഇൻഡെക്സേഷൻ വലിയൊരു വർക്ക് നോട്ടായിട്ട് വരാറുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് CI ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ നമ്മൾ ചില ലേറ്റസ്റ്റ് CI നമ്മൾ പഠിക്കാറുണ്ട്, ഓർമ്മിച്ച് വെക്കാറുണ്ട്. അപ്പം ഇനി അതിൻ്റെ റെലവൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, അമെൻഡഡ് പ്രൊവിഷൻ അനുസരിച്ച് നോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഫോർ എനി LTCA. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിങ് എന്തില്ല, ഇൻഡെക്സേഷൻ ഇല്ല. അയ്യോ, അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. അതെ, മൈനസ് ചെയ്യണം. ഇഫ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് 23/7/2024 ശേഷം, അല്ലെങ്കിൽ 23/7/2024 തൊട്ട്. ഇപ്പോൾ 23/7/2024 തൊട്ട് ഞാൻ വല്ല അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്ന് ഞാൻ വാങ്ങിച്ച കോസ്റ്റ് ഇല്ലേ, ആക്ച്വൽ കോസ്റ്റ് എന്നാണോ ഞാൻ വാങ്ങിച്ചത്, ആ വാങ്ങിച്ച ആക്ച്വൽ കോസ്റ്റ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈസ് അബോളിഷ്ഡ് എന്ന് പറയാം. ശരിക്കും നഷ്ടമല്ലോ അല്ലേ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് പോയാൽ. ബട്ട് അവിടെ നഷ്ടത്തിന് പകരം ഒരു വേറൊരു സംഭവം തരുന്നുണ്ട്, റേറ്റ് കുറച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അടുത്ത അമെൻമെൻറ്റ് ഞാൻ പഠിക്കാനുണ്ട്.
അപ്പം ഓർത്ത് വെക്കുക, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇഫ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് 20 ആഫ്റ്റർ 23/7/2024. അപ്പോൾ സപ്പോസ് എൻ്റെ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്താ പറയുക, ഒരു മിനിറ്റ്, എൻ്റെ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ സപ്പോസ് ഇറ്റ് ഈസ് 1/5/2024 ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്, വിറ്റത് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആണോ? യെസ്. ഞാൻ വിറ്റത് ഒരു 27/9/2024. ഈ ദിവസത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. വലിയൊരു മഹത് വ്യക്തി ജനിച്ച ദിവസമാണ്, അതായത് ഞാൻ. അപ്പോൾ 27/9/2024, 27/9/2024 ഞാൻ ജനിച്ചേ. ഇത് ഇയർ വ്യത്യാസമുണ്ട്, ഡേറ്റ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ 27/9/2024 ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആണോ? നോ. സോ ദിസ് ഡേറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. എക്സാമിനിങ് ഡേറ്റ്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് തരുന്ന ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എക്സാമിന് ജൂലൈക്ക് മുമ്പ്, ജൂണൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? ഇൻഡെക്സേഷൻ അനുസരിച്ചാണ്. ഓക്കെ, ജൂണിന് ശേഷം, ജൂലൈക്ക് ശേഷമാണെങ്കിലോ നമ്മൾ കാൽക്കുലേറ്റ്, അതായത് 23/7 ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സേഷൻ ഇല്ലാതെ. അപ്പോൾ രണ്ടും പഠിക്കണ്ടേ നമ്മൾ? അതെ, രണ്ടും പഠിക്കണം. അടുത്ത കൊല്ലം തൊട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല, കാരണം ഈ ഒരു 23/7 ക്രൈറ്റീരിയ ഇല്ലല്ലോ. ഇപ്പം മാത്രമേ 23/7 ക്രൈറ്റീരിയ, അടുത്ത കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ ക്രൈറ്റീരിയ ഇല്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആ ഇയർ മൊത്തം ഇല്ല. പക്ഷേ ഈ ഇയറിൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഈ സാധനം നോക്കണം, 23/7 മുമ്പാണോ ശേഷമാണോ. മുമ്പാണെങ്കിൽ എന്താ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ, നമ്മൾ ഇൻഡെക്സ് ചെയ്യും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻഡെക്സ് ചെയ്യണം. ശേഷമാണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും പഠിക്കണം സാറേ, രണ്ടും പഠിക്കണോ? യെസ്, രണ്ടും പഠിക്കണം, രണ്ടും പഠിക്കണം. യെസ്, രണ്ടും പഠിക്കണം. ഓക്കെ, സോ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഈസ് അബോളിഷ്ഡ്, അല്ലെങ്കിൽ ഇല്ല, ഇനി മുതൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ അല്ല ഒരു അസറ്റിനും. ഡേറ്റ് 23/7 റിപ്പീറ്റ് ചെയ്യുന്നു, 23/7/2024. 23/7/2024 ശേഷമാണെങ്കിൽ 2024. അപ്പോൾ 23/7/2024 അപ്പോഴും അതന്നെ, ഇവിടെ ഈക്വൽ ടു കൂടി ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 23/7/2024. 23/7/2024 ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല. നെക്സ്റ്റ് CII, അതായത് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ റേറ്റ് നമ്മളെ മാറ്റിയിട്ടുണ്ട്. എത്ര? 363 24-25 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്യാപിറ്റൽ ഗെയിനിലെ ഒരു ക്രൂഷ്യൽ നമ്മളെ ടാക്സേഷൻ റേറ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ അടുത്ത ടാക്സേഷൻ റേറ്റ് ആണ്, അവിടെ കട്ടെ. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. മുമ്പ് ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഓർ വില്ല് ഓർ ഇറിവോക്കബിൾ ട്രസ്റ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ. അതായത് മുമ്പ് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇറിവോക്കബിൾ ട്രസ്റ്റ് ആയിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം, വില്ലില്ലടാ, വില്ലായിട്ട് കൊടുക്കുക, വിൽപ്പത്ര വെച്ച് ട്രാൻസ്ഫർ ചെയ്യണം. സെയിലല്ല, ട്രാൻസ്ഫർ ജസ്റ്റ് ഗിഫ്റ്റ്, വില്ല്, ഇറിവോക്കബിൾ ട്രസ്റ്റ്, അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ ഇല്ല. അതായത് നോ ടാക്സ് ഫോർ ഗിഫ്റ്റ്. ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സ്ഡ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സേഷനിൽ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. പക്ഷെ അതുകൊണ്ടാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഇല്ല. LTCG നമ്മളെ STCG ഒന്നും അവിടെ വരില്ല. ഓക്കെ, ഫൈൻ, ഇങ്ങനെയായിരുന്നു പ്രൊവിഷൻ. പക്ഷെ അതിലൊരു ചെറിയൊരു തിരുത്ത് ഒരു പ്രാവശ്യം മുതൽ വരുത്തി. അതായത് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ബൈ വേ ഓഫ് ഗിഫ്റ്റ് ഓർ വില്ല് ഓർ റിവോക്കബിൾ ട്രസ്റ്റ്. ഓക്കെ, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോട്ടെ, ആര് കൊടുക്കണം? ബൈ എൻ ഇൻഡിവിജ്വൽ ഓർ അച്ചീവ് എക്സ്ക്ലൂഡഡ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ. ഒരു ബിസിനസ് ഗിഫ്റ്റ് കൊടുത്താൽ ടാക്സബിൾ? യെസ്. ഇൻഡിവിജ്വൽ ഓർ HUF, അതായത് ഒരാൾ ഗിഫ്റ്റ് വില്ലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദർ നീഡ് എ തിങ്. എന്താണ് ആ തിങ്? അപ്പോൾ ചിഹ്നം വരച്ച് കാണിക്കാം. ഞാൻ അതിൽ എക്സ്പേർട്ട് അല്ല. ഇങ്ങനെ ഒരു ചിഹ്നം ഇല്ലേ, ഒരു അമ്പിട്ടിട്ടുള്ളൊരു ചിഹ്നം. ഓക്കെ, ഓഹ്, ഇപ്പോഴാണ് ചിഹ്നം ശരിയായത് കേട്ടോ. ഈ കുറേ കാലമായിട്ട് ഞാൻ ഈ ചിഹ്നം ശരിയാക്കാൻ വേണ്ടി കണ്ടമാനം മെനക്കെട്ടിരുന്നു. ഇങ്ങനെ ഇങ്ങനെ എന്നാലും ശരിയാവുമോ? ഓ, ഇങ്ങനെ. ഓക്കെ, കൈമ കിട്ടൂല. ഞാൻ അതിനെ കയ്യിൽ കുറേ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ എന്തോ ആക്കൂലേ, കിട്ടൂല എന്താ. ഓക്കെ, അവൻ ഞാൻ പറഞ്ഞു വന്ന അതല്ല, എനിക്കത് വരക്കാൻ അറിയില്ല. അപ്പം ഇത് ഒരു ലവ് ആൻഡ് അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ സാധാരണ ഗിഫ്റ്റ് കൊടുക്കുക, അല്ലേ? അത് ഇൻഡിവിജ്വൽ തമ്മിലല്ലേ ഉണ്ടാവുള്ളൂ. ബിസിനസ് തമ്മിൽ എന്ത് ലവ്? ഫേം കമ്പനീസ് തമ്മിൽ എന്തെങ്കിലും ലവ് ഉണ്ടാവുമോ? ദർ ഇസ് നോ ലവ്. മനുഷ്യന്മാർ തമ്മിൽ തന്നെ ഇവിടെ ലവ് ഇല്ല, അപ്പോഴാണ് കമ്പനി തമ്മിൽ ലവ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഈ അമെൻമെന്റ് വന്നതിൻ്റെ ലക്ഷ്യം. അതായത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നത് സാധാരണ ഇൻഡിവിജ്വൽ HUF, അതായത് അവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ വെച്ചിട്ടാണ്. സോ ഡെഫിനറ്റ്ലി അവർക്ക് മതി ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവർക്ക്, അതായത് വല്ല കമ്പനി ഫേം ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ ഉൾപ്പെടുത്തും പുതിയ പ്രൊവിഷൻ. ഓക്കെ, സോ ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതാര് ചെയ്യണം? ഇൻഡിവിജ്വൽ ഒരു HUF ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ.
അപ്പോൾ ലവ് ആൻഡ് അഫെക്ഷൻ വേണം. ആ ലവ് ആൻഡ് അഫെക്ഷൻ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻഡിവിജ്വൽ HCFിന് ഉണ്ടാവുള്ളൂ. സോ ഡെഫിനറ്റ്ലി അങ്ങനെ. ഓക്കെ, അപ്പോൾ അമെൻമെൻറ്റ് പഠിച്ചേക്കണേ, ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് LTCG ടാക്സേഷൻ. നമ്മളെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണെന്നത് നമുക്ക് 2 സെക്ഷൻ അല്ലട LTCGക്ക് ഉള്ളത്, 112 112A. ഓക്കെ, രണ്ടിലും അമെൻമെൻറ്റ്സ് ഉണ്ട്, 112 112A. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യൽ 112A നോക്കും. 112A വരാത്ത സാധനമാണെങ്കിൽ നേരെ നമ്മൾ കൂടെ ബോർഡ് നോക്കും, 112 നോക്കും. അങ്ങനെയാണ് നമ്മൾ LTCG ടാക്സ് ചെയ്യണം. ആദ്യം 112A വരുന്ന സാധനമാണോ? അല്ല, അതിനോടെ പോകും, 112 പോകും. ഓക്കെ, 112A മുമ്പത്തെ പ്രൊവിഷൻ ഉണ്ടായിരുന്നു, അതായത് സെയിം ആണ്, വലിയ വ്യത്യാസമില്ല. 1,00,000 വരെ എക്സംപ്റ്റും അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളേക്ക് 10% ടാക്സും. അങ്ങനെയായിരുന്നു മുമ്പത്തെ LTCG പ്രൊവിഷൻ. അത് ഈ ലിസ്റ്റ് എക്വിറ്റി ഷെയർസ് ഒക്കെ അല്ലേ, അതൊക്കെ അല്ലേ ഈ 112A വരെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, 112A ഇക്വിറ്റി ഷെയർ ഞാൻ വിൽക്കുന്നു. ഇക്വിറ്റി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണത്. അപ്പം കുറേ കാലമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർസ് ആണ്. സോ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ഞാൻ വിൽക്കുമ്പോൾ 1,00,000 വരെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ദെൻ അത് ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് 1,00,000 ഉള്ളിലാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. 1,00,000 മേലാണെങ്കിൽ 1,00,000 മേലെ എത്ര വന്നോ അത് 10% ടാക്സ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ ഈ 1,00,000 കമ്പ്യൂട്ടേഷൻ എനിക്ക് കിട്ടൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആട്ടോ. അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് ഞാൻ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,00,000 താഴെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. ഇപ്പോൾ 1,20,000 ആണെന്നുണ്ടെങ്കിൽ ആ 20,000 ഈസ് ടാക്സബിൾ അറ്റ് 10%. ഇങ്ങനെയാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പോൾ ആ LTCG എക്സംഷൻ അല്ല കിട്ടുന്നത്, ടാക്സിലാണ് എക്സംഷൻ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിലാണ് അവിടെ എക്സംഷൻ കിട്ടുന്നത്, LTCG എക്സംപ്റ്റഡ് എന്നല്ല പറയുന്നത്. മനസ്സിലായ? LTCG കാൽക്കുലേറ്റ് എന്തായാലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, വെച്ചിട്ട് ടാക്സ് അടക്കാൻ വേണ്ടി പോകുമ്പോൾ പറയാണ് എന്ത് 1,00,000 വരെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടക്കണ്ട. 1,00,000 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രോസ് ചെയ്ത് എത്രയാണോ അതിൻ്റെ മുകളിൽ 10% അടച്ചാൽ മതി. ഇങ്ങനെയാണ് പ്രൊവിഷൻ. ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് പറഞ്ഞ് 1,00,000 എന്നുള്ളത് എന്താക്കി 1.25 ലാക്ക് ആക്കി. അതായത് ഓക്കെ, അതായത് ഒരു ഇക്വിറ്റി ഷെയർ ഞാൻ ഇക്വിറ്റി ഷെയർ വിറ്റപ്പോൾ എനിക്ക് കിട്ടിയത് 1.10. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇക്വിറ്റി ഷെയർ വിറ്റ പാട് 1.10 അസറ്റ് എക്സ്പെൻസ് ഒക്കെ കുറച്ചിട്ട് ബാക്കി 1.10. ദാറ്റ് മീൻസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എനിക്ക് കിട്ടിയത് 1,10,000 ആണെന്നുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് ടാക്സബിൾ നോ? 1.25 വരെ എനിക്ക് എന്തുണ്ട്, എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് 1.10 ആയതുകൊണ്ട് എനിക്ക് ടാക്സബിൾ അല്ല. പക്ഷേ ഒരു ക്രൂഷ്യൽ പോയിന്റ് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈഫ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് 23/7/2024. അതായത് ഞാൻ ഈ ട്രാൻസ്ഫർ നടത്തിയത് 23/7/2024 ശേഷമാണെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 23/7/2024 മുന്നേ ആണെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടുമ്പോൾ, അതായത് ഈ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1.25 കിട്ടുമോ? ഇല്ല, ബാക്ക് ടു 1 ലാക്ക് തന്നെ പോകും. ഓക്കെ, സോ ഞാൻ ഈ ഡേറ്റ് ക്രൂഷ്യലാണ്. ഈ ഡേറ്റ് 23/7/2024. ഓക്കെ, 23/7/2024, 23/7/2024, 23/7/2024, വെരി വെരി ക്രൂഷ്യൽ. ഓക്കെ, സോ 1.25 ലാക്ക് ആയിട്ടുണ്ട്. 1 ലാക്ക് ഉള്ളത് 1.25 ആക്കിയിട്ടുണ്ട്. ഇഫ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് 23/7/2024. അതുപോലെ തന്നെ 10% ഉള്ളത് 12.5 ആക്കിയിട്ടുണ്ട്. അതും ഏർപ്പാടോടോ, ഇത് സ്ലാബ് കൂട്ടിയിട്ട് ഈ ടാക്സ് റേറ്റും കൂട്ടിയാൽ അതേ കൂട്ടി ഞങ്ങൾ കൂട്ടും. കൂടുതൽ ടാക്സ് വേണം ഞങ്ങൾക്ക് ഇന്ത്യ മെച്ചപ്പെടുത്തണം. സോ കൂടുതൽ ടാക്സ് വേണം, നിങ്ങളേക്കൊന്ന് കൂടുതൽ ഞാൻ ടാക്സ് പിടിക്കും. നോ ഓഫൻസ്, ആരെയും ഒഫൻഡ് ചെയ്ത് പറഞ്ഞതല്ല. നമ്മൾ ടാക്സ് കൊടുത്താലല്ലേ നമ്മളെ രാജ്യം വളരുള്ളൂ. പക്ഷെ രാജ്യം വളരുന്നുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. എന്നോട് പല ക്ലയൻസും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ ഇത്രയും ടാക്സ് അടച്ചിട്ട് എന്താണ് കിട്ടുന്നത്? അവന് രാജ്യം വളരുന്നു പറയും. അപ്പോൾ രാജ്യം വളരുന്നുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം. ഓക്കെ, വേറെ ആരൊക്കെയോ വളരുന്നുണ്ട്. ഓക്കെ, സോ 1.25 ലാക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ മീൻസ് എക്സീഡ് ചെയ്താലേ ടാക്സ് ചെയ്യുള്ളൂ. എക്സീഡ് ചെയ്തതിന് 12.5% ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, എന്നുവെച്ചാൽ 1 ലാക്ക് ഉള്ളിടത്ത് ജസ്റ്റ് ചേഞ്ച് എന്താടാ ചേഞ്ച്, 1 ലാക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് 1.25 ആയി. ഓക്കെ, 10% ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്തായി 12.5% ആയി. ഇത് ഈസ് എ ചേഞ്ച്. ഓക്കെ, ബാക്കി പോയിന്റ്സ് ഒക്കെ സിമിലർ ആണ്. വേറെ ചേഞ്ചസും ഇല്ല. അതായത് 112A കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത് ഏതാ സെറ്റാണ് ലിസ്റ്റഡ് എക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ്, മിക്സഡ് ട്രസ്റ്റിലെ ലിസ്റ്റഡ് യൂണിറ്റ്സ്, അൺലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്, അതേപോലെ ചാപ്റ്റർ 6 ഡിഡക്ഷൻസ് അവൈലബിൾ അല്ല, റിബേറ്റ് അവൈലബിൾ അല്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടൂല. സെയിം ഇതൊക്കെ പഴയ പ്രൊവിഷൻസാണ്. പഴയ പ്രൊവിഷൻ സ്റ്റിൽ. അതേപോലെ 31/1/2018 മുന്നേ ഡേറ്റ് ഓഫ് അക്വിസിഷൻ മുന്നേ എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ കോസ്റ്റോ ലോവർ ഓഫ് എഫീസിയോ ഓർ FME ഓൺ 31/1/2018 എടുക്കണം എന്നുള്ള പ്രൊവിഷൻ. ഇതൊക്കെ പഴയ പോലെ തന്നെ. അപ്പോൾ പഴയ പ്രൊവിഷനുകൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അമെൻഡഡ് ആയിട്ടുള്ളത് ആ എക്സംഷൻ, അതായത് 1 ലാക്ക് ഉണ്ടായിരുന്ന എക്സംഷൻ 1.25 ആക്കി, റേറ്റ് ഓഫ് ടാക്സേഷൻ 10% 12.5% ആക്കി, ആൻഡ് ബാക്കി പോയിന്റ്സ് ഈസ് സിമിലർ. പഴയ പോലെ തന്നെയാണ്, പഴയ സാധനങ്ങൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ നടത്തിയത്, ആ ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് വിറ്റത്തെ ഡേറ്റ്, ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് എന്നാ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 23/7/2024 ശേഷം മാത്രമാണെങ്കിൽ ദിസ് പ്രൊവിഷൻ ഈസ് അപ്ലിക്കബിൾ. അതിന് മുന്നേ ആണെന്നെങ്കിൽ പഴയ പ്രൊവിഷൻ തന്നെയാണ് അപ്ലിക്ക് ആവുന്നത്, അത് മറക്കരുത്. ഓക്കെ, സോ 112A കഴിഞ്ഞ് ദെൻ വി ആർ ഗോയിങ് ടു 112. അപ്പോൾ 112 എന്തായി? 112A വരാത്ത സാധനം പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നേരെ ടാക്സ് ചെയ്യുന്നത് എവിടെയാണ്? 112ലാണ്. 112 ജനറൽ ടാക്സ് റേറ്റ് എന്താ? പഴയ പ്രൊവിഷനാണ്, 20% ആയിരുന്നു വിത്ത് ഇൻഡെക്സേഷൻ. പണ്ട് ഇൻഡെക്സേഷൻ കിട്ടുമായിരുന്നു. ഇൻഡെക്സേഷൻ കഴിച്ചിട്ട്, അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുത്ത് കുറച്ചിട്ട് കിട്ടിയ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ 20% ഡയറക്റ്റ് ടാക്സ് അടക്കുന്ന പ്രൊവിഷൻ ആയിരുന്നു മുന്നേ. ഇപ്പം അതെന്താക്കി? ഇപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റി സീറോ കൂപ്പൺ, പണ്ട് ഈ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സീറോ കൂപ്പൺ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ 10% വിത്തൗട്ട് ഇൻഡെക്സേഷനും 20% വിത്ത് ഇൻഡെക്സേഷനും ആയിരുന്നു പണ്ട്. ഇതൊക്കെ പണ്ട് അതേപോലെ തന്നെയാണ്. ദെൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർഡ് ബൈ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി 10% ആയിരുന്നു വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആൻഡ് കറൻസി കൺവേർഷൻ, ഡയറക്റ്റ് 10%. ഇതൊക്കെ പഴയ പ്രൊവിഷൻ. അതായത് ഈ സാധനം നമുക്ക് അധികം പ്രാക്ടിക്കലി അപ്ലിക്കബിൾ ആവുന്ന കേസല്ല. നമുക്ക് 20% കേസ് ഭയങ്കര അപ്ലിക്കബിൾ ആണ്. അതായത് വേറെ ഏത് ഇപ്പോൾ ഭൂമി വിറ്റ്, മൂവൽ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ 20% ടാക്സ് ചെയ്യപ്പെടും ആഫ്റ്റർ ഇൻഡെക്സേഷൻ. അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം അത് ചേഞ്ച്, വലിയൊരു ചേഞ്ച് ഞാൻ പറഞ്ഞത് ഇൻഡെക്സേഷൻ ഈസ് നോട്ട് അവൈലബിൾ എന്ന് ഞാൻ പറഞ്ഞു. ഇൻഡെക്സേഷൻ ഇപ്പോൾ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ ഇൻഡെക്സേഷൻ ഇല്ല. സോ ഡെഫിനറ്റ്ലി ടാക്സ് റേറ്റ് കുറച്ചിരണം. ലോജിക്കലി വേണ്ട. ഇൻഡെക്സേഷനും ഇല്ലാതെ 20% നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ തല്ലൂലേ? നടക്കൂല. സോ അതുകൊണ്ട് തന്നെ ഇൻഡെക്സേഷൻ ഇല്ല. ഓക്കെ ഫൈൻ, ഇൻഡെക്സേഷൻ അവൈലബിൾ അല്ല. സോ ഡെഫിനറ്റ്ലി ടാക്സ് റേറ്റ് കുറച്ച് 20% ഉള്ളതിന് പകരം 12.5% ആക്കി. 12.5% ആക്കി. ഐ തിങ്ക് ഇതുകൊണ്ട് മെച്ചമുണ്ടോ? ആർക്കാണ് ഇതുകൊണ്ട് മെച്ചം? എനിക്കത് തോന്നിയിട്ടുള്ളത് രണ്ടും സിമിലറാണ്. വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു എമൗണ്ട് ഓഫ് വ്യത്യാസം ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത്. വിത്തൗട്ട് ഇൻഡെക്സേഷനും വിത്ത് ഇൻഡെക്സേഷനും ഈ റേറ്റ് മാറിയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചിട്ടുണ്ട് വിത്തൗട്ട് ഇൻഡെക്സേഷൻ. അപ്പം വിത്ത് ഇൻഡെക്സ് ചെയ്താലും ഏകദേശം കിട്ടുന്നത് സെയിം എമൗണ്ട് ഓഫ് ടാക്സ് ആണ് തോന്നുന്നത്. വലിയൊരു വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്ക് വലിയൊരു ഇതില്ല. പക്ഷെ ഇതിലൊരു ഇൻഡെക്സ് ഒക്കെ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി കാൽക്കുലേഷൻ നമ്മൾ ഇടുന്ന കാൽക്കുലേഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് അയക്കാരം ഒരു ഇൻഡെക്സേഷൻ ഒഴിവാക്കി. അതായത് ഇൻഡെക്സ് നമ്മൾ തന്നെ ഇടുന്ന സെൽഫ് വാല്യൂഷൻ അല്ലേ. സോ അതുകൊണ്ട് കൂടുതൽ എന്താ പറയുക ഇതിന് അല്ലേ, ചേഞ്ചസ് സെയിം. പക്ഷെ വലിയൊരു ചേഞ്ച് ആയിരുന്നു ഇൻഡെക്സേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പം. വലിയൊരു ബിഗ് ചേഞ്ച് ആയിരുന്നു അത്, ഇൻഡെക്സേഷൻ ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. വലിയ ചേഞ്ച് ആയിരുന്നു, വലിയൊരു പ്രക്ഷോഭമുള്ള ചേഞ്ച് തന്നെ ആയിരുന്നു എന്ന് പറയാം. പക്ഷെ വേറൊരു സംഭവം ഒരു കൊടുത്തിട്ടുണ്ട്, നമുക്ക് പറയാനുണ്ട്. ഇൻഡെക്സേഷൻ തിരിച്ചു വരുന്നുണ്ട്, ഒരു വരവ്. അത് പറയാനുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സേഷൻ ഇപ്പം ഇല്ല. ഓക്കെ, തിരിച്ചൊരു വരവുണ്ട്, പറയണം അടുത്ത് നമ്മൾ പറയും. അപ്പോൾ 12.5% ആക്കി വിത്തൗട്ട് ഇൻഡെക്സ്. അപ്പോൾ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പോയിന്റ് കൂടി ഉണ്ട്. ആഫ്റ്റർ ട്രാൻസ്ഫർ എപ്പോഴാണ്? 23/7/2024. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. അതായത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തത്, അതായത് ഞാൻ അസറ്റ് വിറ്റത് 23/7/2024 ശേഷമാണെങ്കിൽ എനിക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? FBSC എടുക്കുക, ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുക, മൈനസ് ചെയ്യുക, കിട്ടുന്ന സംഖ്യ ഡയറക്ട്ലി ടാക്സ്ഡ് അറ്റ് 12.5%. ഓക്കെ, ഇനി 23/7/2024 ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എടുക്കുക, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുക, മൈനസ് ചെയ്യുക, കിട്ടുന്ന സംഖ്യ ഡയറക്ട്ലി 20% ടാക്സ് ചെയ്യും. ഓക്കെ, സോ ഈ രണ്ട് പ്രാവശ്യം. അപ്പോൾ ഡേറ്റ് ക്രൂഷ്യലാണ്, 23/7/2024. വി ക്യാൻ ഡു എ ക്വസ്റ്റ്യൻ ആഫ്റ്റർ ദാറ്റ് മീൻസ് ഈ അമെൻമെന്റ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞില്ലേ, അതായത് അമെൻമെന്റ്സിനെ മാത്രം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. വി ക്യാൻ ട്രൈ. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ചെറിയൊരു ചേഞ്ച്, അതായത് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർഡ് ബൈ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി 10% ആയിരുന്നു. ഇപ്പോൾ അത് 12.5% ആക്കിയിട്ടുണ്ട്. ഓക്കെ, 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷൻ കറൻസി കൺവേർഷൻ. ചെറിയൊരു ചേഞ്ച്. പണ്ട് 10% ആയിരുന്നു, ഇപ്പോൾ 12.5% ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് മാനേജബിൾ. ഓക്കെ, അപ്പം ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് റേറ്റ് 12.5% ആണ് എന്നൊക്കെ പറഞ്ഞ്. സോ ദാറ്റ്സ് കംപ്ലീറ്റഡ്. അപ്പം അടുത്തത് വരുന്നത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൻ്റെ, അതായത് പിന്നീട് വന്ന ഒരു കേസാണ്. അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് തിരിച്ച് വരുന്ന പോലെ, അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ആദ്യം പറഞ്ഞ് കിട്ടൂല എന്ന് പറഞ്ഞ്, ഇപ്പോൾ പറയുന്നത് കിട്ടും. കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസസി റെസിഡൻ്റ് ആയിരിക്കണം, റെസിഡൻറ്റ് ഇൻഡിവിജ്വലോ HUF ആയിരിക്കണം. സോ റെസിഡൻറ്റ് ആണ് കണ്ടീഷൻ. ഓക്കെ, അസസി റെസിഡൻ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും റെസിഡൻ്റ് ആയിരിക്കണം, ഇമ്മൂവൽ പ്രോപ്പർട്ടി ആയിരിക്കണം.
ഡേറ്റ് ഓഫ് അക്വിസിഷൻ 23/7/2024 മുമ്പായിരിക്കണം. അപ്പോൾ അക്വയർ ചെയ്ത ഡേറ്റ് 23/7/2024 മുമ്പായിരിക്കണം. ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് ആഫ്റ്റർ 23/7/2024 ആയിരിക്കണം. സോ ദിസ് ഡേറ്റ് ഈസ് വെരി ക്രൂഷ്യൽ കേട്ടോ. ഏത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, 23/7/2024. ഓക്കെ. സോ അക്വയർ ചെയ്തത്, ഞാൻ റെസിഡൻ്റ് ആണ്, ഞാനൊരു റിമോട്ട് പ്രോപ്പർട്ടി എൻ്റെ കയ്യിലുള്ളത്. ഞാൻ അക്വയർ ചെയ്തത് 23/7/2024 മുന്നെയാണ്. ട്രാൻസ്ഫർ ചെയ്തത് 23/7/2024 ശേഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുക ടാക്സ്, 20% വിത്ത് ഇൻഡെക്സേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ കുറവ്, ലോവർ ഏതാണോ അത് ഞാൻ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, 20% വിത്ത് ഇൻഡെക്സേഷനിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാണോ ലോവർ ആണ് ഇവിടെ ഇതില്ല, ലോവർ ഏതാണോ ലോവർ ആണ് എടുക്കേണ്ടത്. ലോവർ നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അങ്ങനെ തന്നെ അടക്കുള്ളൂ, ലോവർ എന്നല്ല അടക്കുള്ളൂ, ഹയർ അടക്കൂ ഇല്ല. സോ ലോവർ ടാക്സ് അടച്ചാൽ മതി. അപ്പം മറ്റൊരു ചോദ്യം, സാറല്ലേ പറഞ്ഞ് ഇൻഡെക്സേഷൻ അവൈലബിൾ അല്ലാന്ന്. യെസ്, സ്റ്റിൽ ഇൻഡെക്സേഷൻ ഈസ് നോട്ട് അവൈലബിൾ. അപ്പം എങ്ങനെയാ ഇൻഡെക്സേഷൻ LTCG, അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി കാണ്ട് യൂസ് ഇൻഡെക്സേഷൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് സ്റ്റിൽ കാൽക്കുലേറ്റഡ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ടാക്സ് കാണാൻ വേണ്ടി മാത്രം if these conditions are satisfied we can calculate in indexation വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. സോ അതൊരു നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ വി ക്യാൻ ഡു എൻ എക്സാമ്പിൾ, റൈറ്റ്? ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ സപ്പോസ് നമ്മൾ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഒരു കുറേ ഡേറ്റ്, മുന്നത്തെ ഡേറ്റ് ഒരു പഴയ ഡേറ്റ് ആണെന്ന് കൂട്ടാം. ദാറ്റ് മീൻസ് ഒരു 1/2/2022, 21 എടുക്കാം, 21. ആൻഡ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഈസ് ആഫ്റ്റർ 25/8/2024. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ആൻ ഇമ്മൂവൽ പ്രോപ്പർട്ടിയാണ് IMP. അപ്പം ചോദ്യം, നമ്മൾ ഇതിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ കാണണം. അപ്പോൾ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ നമ്മൾ അക്വിസിഷൻ പർച്ചേസ് ചെയ്ത പർച്ചേസ് വാല്യൂ PV ഈസ് ഈക്വൽ ടു ഒരു 10 lakh. ഓക്കെ. ട്രാൻസ്ഫർ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, വി ക്യാൻ ഡു ക്വസ്റ്റ്യൻസ് ഇൻ ലേറ്റർ. ഓക്കെ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഒരു 15 lakh ആക്കി എടുക്കാം. അത് വേണ്ട, 35 lakh എടുക്കാം, 35 lakh. ഓക്കെ. സോ വി ഹാവ് ടു ഓപ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ്, ഇതെന്താ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു എത്ര? ഫുൾ വാല്യൂ കൺസിഡറേഷൻ 35 lakh മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10 lakh. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 25 lakh. അപ്പോൾ സാറേ ഇവിടെ ഇൻഡെക്സേഷൻ ഇല്ല. ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി കാൽക്കുലേറ്റഡ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ ഇറ്റ്സെൽഫ്. ഇനി ഞാൻ ടാക്സ് അടക്കണ്ടേ? ടാക്സ് അടക്കേണ്ടത് എങ്ങനെയാണ് അടക്കേണ്ടത്? വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണെങ്കിൽ നമ്മൾ അടക്കേണ്ടത് 12.5% അടക്കേണ്ടത്. ഓക്കെ. പക്ഷേ ഇതിന് ഒരു ഒരു ബെനിഫിറ്റ് കൊടുത്ത്, അതായത് ഒരു എക്സംഷൻ, അതായത് ഇവർക്ക് ഓപ്ഷൻ കൊടുത്ത്, എക്സംഷൻ അല്ല ഒരു ഓപ്ഷൻ കൊടുത്ത്, എന്ത്? ഇവർക്ക് വേണമെങ്കിൽ അതായത് 20%-ലും ടാക്സ് അടക്കാം. ടാക്സ് അടക്കാന്നാണ് പറയുന്നത്, ഗെയിൻ മാറുന്നില്ല. ടാക്സേഷൻ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ മാറുന്നില്ല. 20% വേണമെങ്കിൽ ടാക്സ് അടക്കാം. കണ്ടീഷൻ എന്താ? 1, റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, റെസിഡൻ്റ് ആയിരിക്കണം. 2, ഇവർ ട്രാൻസ്ഫർ ചെയ്തത് ഇമ്മൂവൽ പ്രോപ്പർട്ടി ആയിരിക്കണം. 3, ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് 23/7/2024 ശേഷമായിരിക്കണം. ആൻഡ് അക്വയർ ചെയ്ത ഡേറ്റും ഇതിന് മുന്നേ ആയിരിക്കണം. ട്രാൻസ്ഫർ ചെയ്തത് ആഫ്റ്റർ 23/7/2024, അക്വയർ ചെയ്തത് ബിഫോർ 23/7/2024. ഈ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ റെസിഡൻ്റ് ആണ്, ഇമ്മൂവൽ പ്രോപ്പർട്ടി ആണ്, ആൻഡ് ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ 25/8 ആണ്, ഡേറ്റ് ഓഫ് അക്വിസിഷൻ 1/12/2022 ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് ടേം ഇസ് അപ്ലിക്കബിൾ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് 2 ഓപ്ഷൻ. 2 ഓപ്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ഓപ്ഷനിൽ വിത്ത് ഇൻഡെക്സേഷനും ഒരു ഓപ്ഷനിൽ വിത്തൗട്ട് ഇൻഡെക്സേഷനും കാൽക്കുലേറ്റ് ചെയ്യാം. വിത്തൗട്ട്. ഓക്കെ. സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ FEC എത്ര? 35 lakh. നമ്മളെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻഡെക്സ് ചെയ്തിട്ട് എടുക്കാം. സപ്പോസ് ഇൻഡെക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ പറയണേ ഒരു 25 lakh ആണെന്ന് കൂട്ടാം. സോ അവർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 10 lakh ആൻഡ് ടാക്സേഷൻ വിൽ ബി 20% ഓൺ 10 lakh. അല്ലെങ്കിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ FEC എത്ര? 35 lakh, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10 lakh ആൻഡ് ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിൽ ബി 25 lakh. ഇതിൻ്റെ 12.5% അടക്കാം. ഇതിൽ ഏതാണോ കുറവ് വരുന്നത് അത് അടച്ചാൽ മതി ഞാൻ. അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻഡെക്സേഷൻ തിരിച്ചു വരുന്നത്, അല്ലാതെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സേഷൻ ഇല്ല. ക്യാപിറ്റൽ ഗെയിൻ ഈസ് സ്റ്റിൽ കാൽക്കുലേറ്റഡ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ആ പോയിന്റ് ഓർമ്മിച്ച് വെച്ചോണ്ട്, കാരണം ഇൻഡെക്സേഷൻ തിരിച്ചു വന്നു എന്നൊക്കെ കുറേ ആൾക്കാർ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല,
ഇൻഡെക്സേഷൻ തിരിച്ചു വന്നിട്ടില്ല. ഓക്കെ, ഇൻഡെക്സേഷൻ തിരിച്ചു വന്നിട്ടില്ല. ഇൻഡെക്സേഷൻ ആകെ വന്നത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതും ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം ഇൻഡെക്സേഷൻ എന്ത് ചെയ്യാം, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ല സോറി, ടാക്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വിത്ത് ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ തിരിച്ചു വരാം. സോ ആ പ്രൊവിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രൊവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ അത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ടാക്സ് കാൽക്കുലേഷൻ വരുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വിത്തൗട്ട് ഇൻഡെക്സേഷൻ കൂടി വിത്ത് ഇൻഡെക്സേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ കുറവ് അത് ചെയ്യാം. LTCG വിൽ ബി കാൽക്കുലേറ്റഡ് വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ദാറ്റ് മീൻസ് ഇൻഡെക്സേഷൻ ഇപ്പോൾ ഇല്ല, അവൈലബിൾ അല്ല. പക്ഷേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇൻഡെക്സേഷൻ വെച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറവാണെങ്കിൽ അത് വെച്ച് അടക്കാം. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് മാനേജബിൾ. ഇത് മാത്രമാണ് ക്യാപിറ്റൽ ഗെയിനിൽ ലിറ്റിൽ ബിറ്റ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ആണെന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ആയിട്ട് ഉണ്ടാവുക. 1 സെക്കൻഡ്. നെക്സ്റ്റ്, സോ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ അമെൻമെൻറ്റ്സ് കഴിഞ്ഞു. സോ ഇൻഡെക്സേഷൻ ആയിരുന്നു അവിടുത്തെ മേജർ അമെൻമെൻറ്റ്സ്. സോ മനസ്സിലാവാത്ത ഒന്നും കൂടി പോയി നോക്കുക. ആൻഡ് അഗൈൻ യു ക്യാൻ കോൺടാക്ട് മീ മൈ നമ്പർ. ഇതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് മാനേജബിൾ. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വി ഓൾസോ ഡൺ ആൻ എക്സാമ്പിൾ. വി ക്യാൻ ഡു എ ക്വസ്റ്റ്യൻസ് ലേറ്റർ ആഫ്റ്റർ ദ അമെൻമെൻറ്റ് വീഡിയോ. വി ക്യാൻ ഡു എ ക്വസ്റ്റ്യൻ ലേറ്റർ. സോ നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ സെയിം അവിടെ 112 എന്ന് പറഞ്ഞ പോലെ 111 നോക്കും, ദെൻ 111 പോകും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക. സോ 111 എന്താണ് അമെൻമെന്റ്സ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. 111 ഇപ്പോൾ എങ്ങനെയാണ്, അതായത് 111 നോക്കും. ടാക്സബിൾ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോർമൽ റേറ്റിലല്ലേ എടുക്കുക, സ്ലാബ് റേറ്റിലേക്ക് പോകും. ഓക്കെ, സോ 111 ആണെന്നുണ്ടെങ്കിൽ 111 സ്പെഷ്യൽ ടാക്സ് റേറ്റ് എടുക്കും. ദെൻ SCGക്ക് സ്പെഷ്യൽ ടാക്സ് റേറ്റ് മാത്രമല്ലല്ലോ, സ്ലാബ് അല്ലേ, സ്ലാബും എടുക്കൂലേ. ഓക്കെ, സ്ലാബും എടുക്കൂലേ. അപ്പോൾ സ്ലാബ് റേറ്റ് അടുത്ത് ഇപ്പോൾ. ഓക്കെ, 111 അറിയാതെ പറഞ്ഞു. 111 അവിടെ പറഞ്ഞു 112 112. ഇവിടെ 111 മാത്രമേ ഉള്ളൂ, 111 ഇല്ല. 111 നോക്കും, അത് അവൈലബിൾ അല്ല. അതിലില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ സ്ലാബ് റേറ്റ് അനുസരിച്ച് സ്ലാബ് റേറ്റ് കൊടുക്കും നമ്മളെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, സോ ഇവിടെ വന്ന മാറ്റം ചെറുതാണ്, വലിയ മാറ്റമൊന്നുമില്ല, സിമ്പിളാണ്. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ടാക്സ്ഡ് പ്രീവിയസ്ലി ടാക്സ്ഡ് 15%, നൗ ഇറ്റ് ഈസ് ടാക്സ്ഡ് 20%. അപ്പോൾ 20% ആണ് ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ഡിഫറൻസ്. ബാക്കിയൊക്കെ സെയിം ആണ്, സെയിം പോയിന്റ്സ് ആണ്. അതായത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഇതൊക്കെ ഇവിടെ വരിക, ചാപ്റ്റേഴ്സ് റിഡക്ഷൻ കിട്ടില്ല എന്നൊക്കെ പറയുന്ന പോയിന്റ്സ്. സോ ഇറ്റ് ഈസ് സിമ്പിൾ. ഒരു സമ്മറൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പണ്ട് 10ഉം 20ഉം ആയിരുന്നു. ഓക്കെ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 15 ആയിരുന്നു. ആൻഡ് നോർമൽ റേറ്റ് സ്ലാബ് റേറ്റൊക്കെ പോവുക. അതിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 10 12.5, അല്ലാതെ 112 12.5 ആയിട്ടുണ്ട്. 112 12.5 ഉണ്ട്. ദെൻ 12.5 or 20%. ആ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് ഈ 20% വിത്ത് ഇൻഡെക്സേഷൻ കൂടി എടുക്കാം. ഈ 4 കണ്ടീഷൻ ഈ സാറ്റിസ്ഫൈഡ് ടാക്സ് റേറ്റ് കാണുമ്പോൾ. ദെൻ 111 15% ആയിരുന്നു, ഇപ്പോൾ 20% ആയിട്ടുണ്ട്. ഓക്കെ, സ്ലാബ് റേറ്റ് സാപ്പായ പോലെ തന്നെ. സോ ദാറ്റ്സ് ദി കേസ് ക്യാപിറ്റൽ ഗെയിനിലുള്ള മേജർ ആയിട്ടുള്ള അമെൻമെന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് അമെൻമെന്റ് വരുന്നത് സെക്ഷൻ 50A. 50A, അതായത് നമ്മൾ റെസ്പെക്ട് പീരീഡ് ഓഫ് 50A പ്രൊവിഷൻ എന്താ, പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കേണ്ട ആവശ്യമില്ല. STCG ആയിട്ട് അതായത് ഷോർട്ട് ടൈം ആയിട്ട് തന്നെ ഇതിനെ എപ്പോഴും ട്രീറ്റ് ചെയ്യുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ഇതിനെ എപ്പോഴും ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രൊവിഷനാണ് സെക്ഷൻ 50A. മുമ്പ് ഉണ്ടായിരുന്നത് റെസ്പെക്റ്റീവ് ഓഫ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഈ രണ്ട് സാധനമായിരുന്നു. അതായത് ഈ രണ്ട് സാധനം എന്തായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നത്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, റെസ്പെക്റ്റീവ് ഓഫ് പീരീഡ് ഓഫ് ഹോൾഡിംഗ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കേണ്ട ആവശ്യമില്ല. പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കിയിട്ടാണല്ലോ ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണെന്ന് തിരിച്ചറിയാം. പക്ഷേ ഈ രണ്ട് സാധനം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് എപ്പോഴും ട്രീറ്റ് ചെയ്യുക, പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കണ്ട. അതായത് അതിൽ 2-3 സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്യുക, അതാണ് ഇവിടുത്തെ ചേഞ്ച്. അതായത് പീരീഡ് ഓഫ് ഹോൾഡിംഗ്, അതായത് ഈ 50A ഈ രണ്ട് സാധനം പഴയ പോലെ തന്നെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും അതേപോലെ അൺലിസ്റ്റഡ് ബോൺസ് ട്രാൻസ്ഫർഡ് ആഫ്റ്റർ 23/7. അപ്പം ഡിബഞ്ചേഴ്സും അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും അൺലിസ്റ്റഡ് ബോൺസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവർക്കും എന്ത് നോക്കണ്ട, ഈ രണ്ട് ഇതിന് എന്ത് നോക്കണ്ട, പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കണ്ട. ഓൾവേസ് എന്തായിരിക്കും, അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് വരിക. ഓക്കെ, ആ അസെറ്റ്സിനെ എപ്പോഴും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ട്രീറ്റ് ചെയ്യുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസെറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് അതിന് വരിക. ഓക്കെ, സോ ആ 2 4 ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈസ് റിയലി ഇമ്പോർട്ടൻ്റ്. ഇൻഡെക്സേഷൻ്റെ കേസ് കാൽക്കുലേഷൻ എന്തായാലും ഉറപ്പാ. ഇൻഡെക്സേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അടുത്ത അറ്റംപ്റ്റിന് ഉറപ്പാ.
ഇൻഡെക്സേഷൻ്റെ ആ കണ്ടീഷൻസ് അടക്കം സാറ്റിസ്ഫൈ ചെയ്ത്, അതായത് 12.5 20 ടാക്സ് ചെയ്യണമെന്നുള്ളത്. രണ്ടിലും ചെയ്ത് നോക്കേണ്ടി വരും നമ്മൾ. രണ്ടിലും ചെയ്ത് നോക്കിയിട്ട് ഏതാ കുറവ് എന്ന് നോക്കിയിട്ട് അത് ഉത്തരമായിട്ട് പറയേണ്ടി വരും. സോ ദാറ്റ്സ് എ ക്രൂഷ്യൽ വൺ ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, പേടിക്കണ്ട, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും ആൻഡ് ഐ എം ദർ ഫോർ യു. ലാസ്റ്റ് വന്ന പ്രൊവിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിലെ അവസാനത്തെ അമെൻമെന്റ്സ് ബൈബാക്കിന്റെ കേസ് ആയിരുന്നു. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസിന് ഈ പണ്ട് കമ്പനികൾക്ക് ആക്ച്വലി എന്തില്ല, ഈ സോറി ഡൊമസ്റ്റിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ പണ്ട് കമ്പനി ടാക്സ് അടക്കണമായിരുന്നു. ഓക്കെ, കമ്പനി ബൈബാക്കിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടക്കണം. അപ്പം ഈ ബൈബാക്കിന്റെ ടാക്സ് അടക്കുമ്പം പണ്ട് അടച്ചിരുന്നത് 20% ഇൻകം ടാക്സ് പ്ലസ് സർചാർജ് പ്ലസ് 4% സെസ് ഈ കമ്പനി പണ്ട് അടക്കണമായിരുന്നു. ബൈബാക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ, അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അടക്കണമായിരുന്നു പണ്ട്. ഓക്കെ, ടാക്സ് നമ്മളെ സെക്യൂരിറ്റി ഹോൾഡറിന്, അപ്പം എൻ്റെ അടുത്ത് ഇത്ര എമൗണ്ട് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് എൻ്റെ അടുത്തുണ്ട്, എനിക്ക് ബൈബാക്ക് ആയിട്ട് വല്ല എമൗണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടുക വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണ്ട, എനിക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ടാക്സ് ഒന്നും അടക്കണ്ട. ആര് ടാക്സ് അടക്കും? കമ്പനി ടാക്സ് അടക്കും. കമ്പനി 20% പ്ലസ് 12% പ്ലസ് 4% ടാക്സ് അടക്കുമായിരുന്നു പണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി അല്ലാത്ത വേറെ ഏതെങ്കിലും ഷെയർ, അതർ ദാൻ ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ കമ്പനികൾക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. സെക്യൂരിറ്റി ഹോൾഡർ ക്യാപിറ്റൽ ഗെയിൻ സാധാ പോലെ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിൽ ഹെഡിൽ ട്രീറ്റ് ചെയ്ത് ടാക്സ് അടക്കുക ചെയ്യാം. അപ്പോൾ ഡൊമസ്റ്റിക് കമ്പനീസിന്റെ വൺ സെക്കൻഡ് ഈ കമ്പനീസിന് മുമ്പ് ടാക്സ് ചെയ്തിരുന്നത് ആരെ ടാക്സ് കൊടുത്തിരുന്നത്? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ബൈബാക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ ടാക്സ് കൊടുത്തിരുന്ന കമ്പനിയായിരുന്നു. സെക്യൂരിറ്റി ഹോൾഡറിന് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനീസിന്റെ ബൈബാക്ക് ആണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇംപ്ലിക്കേഷൻ കമ്പനിക്കൊന്നുമില്ല. സെക്യൂരിറ്റി ഹോൾഡർ, അതായത് ഷെയർസ് ഹോൾഡ് ചെയ്തിരുന്ന ആളെയാണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ടാക്സ് അടച്ചിരുന്നത്. ഇതിൽ മാറ്റമില്ല, അതായത് അതർ ദാൻ ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനീസിൽ മാറ്റമില്ല, സെയിം ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിൽ എല്ലാ ഡേറ്റ്സും എന്തായാലും 23/7/2024. ഓക്കെ, ഇവിടെ മാത്രം ഈ കേസിൽ മാത്രം ഡേറ്റ് ഒന്ന് 1/10/2024. ഓക്കെ, അതായത് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവുക, ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈബാക്ക് നടത്തുന്നത് 1/10/2024 ശേഷമാണെങ്കിൽ ഇപ്പൊ പറയാൻ പോകുന്ന അമൻസ് അപ്ലിക്കബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ പഴയ തന്നെയാണ് അപ്ലിക്കബിൾ ആവുക. ഓക്കെ, 1/10/2024 പൊതുവേ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിൽ എല്ലാ സംഭവങ്ങളും ടാക്സേഷന്റെ അമെന്റ്മെന്റ് പ്രൊവിഷൻ എംപ്ലോയി ആവുമ്പോൾ 23/7/2024 ശേഷമുള്ള കേസിലായിരുന്നു അമെന്റ്മെന്റ്സ്. 10ന്റെ ആ ഡേറ്റ് ബൈബാക്കിൽ മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. അതിന് തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ 1/10. ഓക്കെ, 23/7 അപ്ലിക്കേഷൻ ഇവിടെ ക്യാപിറ്റൽ ഗെയിനിലാണ് ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പൊ എക്സാമിന് തരുമ്പോൾ ആ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ആ സാധനം നോക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഈ ഡൊമസ്റ്റിക് കമ്പനീസിന്റെ കേസ് അല്ലാത്ത കേസിൽ വേറെ പ്രശ്നമൊന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. അതായത് കമ്പനി ടാക്സ് ഇംപ്ലിക്കേഷൻ ഇല്ല. സെക്യൂരിറ്റി ഹോൾഡർ ഷെയർ ഹോൾഡിംഗ് ചെയ്യുന്ന ആൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ നോർമലായിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള രീതിയിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇംപ്ലിക്കേഷൻ. ഇനി ഈ ഡൊമസ്റ്റിക് കമ്പനീസിന്റെ ബൈബാക്കിന്റെ കേസിൽ ഒരു ചേഞ്ച് ഉണ്ട്. പണ്ട് കമ്പനി ടാക്സ് കൊടുത്തിരുന്ന സെക്യൂരിറ്റി ഹോൾഡർക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പറയാണ് കമ്പനിക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ കമ്പനി ഈസ് നോട്ട് നീഡ് ടു പേ എനി ടാക്സ്. കമ്പനി ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആൻഡ് സെക്യൂരിറ്റി ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഇംപ്ലിക്കേഷൻ വരും. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്തായാലും ടാക്സ് അടക്കണം. കമ്പനി ടാക്സ് അടച്ചില്ലെങ്കിൽ ഞാൻ ടാക്സ് അടക്കണം, സെക്യൂരിറ്റി ഹോൾഡർ ടാക്സ് അടക്കണം. ഇനി സെക്യൂരിറ്റി ഹോൾഡർ എങ്ങനെ ടാക്സ് അടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബാക്കിന്റെ പ്രൈസ് ഉണ്ടാവില്ലേ, അതായത് ബൈബാക്ക് നടക്കുന്നത് ഇത്ര വിലക്കാവില്ല. ഇപ്പൊ 10 രൂപയുടെ ഷെയർ ചിലപ്പോൾ ബൈബാക്ക് ഇടുന്നത് 60 റുപ്പീസിനായിരിക്കും. സോ ദിസ് ഈസ് 60 റുപ്പീസ് ഈസ് ദി ബൈബാക്ക് പ്രൈസ്. അപ്പൊ ബൈബാക്ക് പ്രൈസ് എന്തായിട്ട് ഇതായിരിക്കും, IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് എൻ്റെ അടുത്ത് 10 ഷെയർ ഉണ്ട് നോക്കിക്കും, ബൈബാക്ക് ചെയ്ത് 60 റുപ്പീസിന്, അങ്ങനെ 10 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 റുപ്പീസ് എൻ്റെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എക്സ്പെൻസ് എടുക്കുന്ന സമയത്തോ ഇല്ല, നോ ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻസീവ് ആയി, ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻസ് ഒന്നും പറയുന്നില്ല. ഓക്കെ, സോ ബൈബാക്ക് പ്രൈസ് ടാക്സ് ചെയ്യപ്പെടും. മീൻസ് അത്രയാണോ ബൈബാക്ക് പ്രൈസ്, അത് എത്ര ഷെയർസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ബൈബാക്ക് ചെയ്ത് എത്ര ഷെയർസ് ആണോ അത് മൾട്ടിപ്ലൈ ചെയ്ത് ആ എമൗണ്ട് എന്തെങ്കിലും ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എക്സ്പെൻസ് ഒന്നും അതിന് അലൗഡ് അല്ല, ഡിഡക്ഷൻ ആയിട്ട് എക്സ്പെൻസ് ഒന്നും കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. അപ്പം ഇത് മാത്രമാണ് ഇംപ്ലിക്കേഷൻ അല്ല, ഇത് മാത്രമല്ല ഇവിടെ ഒരു ക്യാപിറ്റൽ ലോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ട്രീറ്റ് ചെയ്യുകയും ചെയ്യാം അതിന് കോംപ്ലിക്കേഷൻ ആയ ഇല്ല. അതായത് എന്റെ കയ്യിൽ 10 ഷെയർ ഉണ്ട്, ഞാൻ പർച്ചേസ് ചെയ്തത് 15 റുപ്പീസിനാണ്. അതായത് അവർ ഇഷ്യൂ ചെയ്യുന്നത് 15 റുപ്പീസിനാണ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ ഞാൻ വാങ്ങിച്ചത് 150 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത് കൂട്ടിക്കോ. ദിസ് ഈസ് മൈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, റൈറ്റ്? ഓക്കെ. കമ്പനി ഒരു 5 ഷെയർ ബൈബാക്ക് എടുത്തു, അല്ലെങ്കിൽ 10 ഷെയർ ബൈബാക്ക് എടുത്തു. സോ 10 ഷെയർസും കമ്പനി ബൈബാക്ക് എടുത്തു. സോ 10 ഷെയർസ് എന്തെങ്കിലും പോയി കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 100 ഷെയർസ് വാങ്ങാം. ഓക്കെ, 100 ഷെയർസ് ആണ് ഞാൻ വാങ്ങിയിരുന്നത്. ഓക്കെ, 100 ഷെയർസ് ഞാൻ വാങ്ങിയിരുന്നത്. അപ്പൊ എന്റെ അടുത്ത് 1500 റുപ്യ എനിക്ക് അന്ന് വന്ന കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. 10 ഷെയർസ് 1:10 റേഷ്യോ, അല്ലെങ്കിൽ 10 ഷെയർസ് കമ്പനി എന്തെങ്കിലും ബൈബാക്ക് ചെയ്തു. ഓക്കെ, ബൈബാക്ക് ചെയ്ത് 60 റുപ്പീസിന് ബൈബാക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ബൈബാക്ക് ചെയ്തപ്പോൾ 10 into 60 that is equal to 600 റുപ്പീസ് ആണ് ഐ ഗോട്ട്. ഓക്കെ, ബൈബാക്ക് ചെയ്തപ്പോൾ 10 ഷെയർസ് ബൈബാക്ക് ചെയ്ത് 60 റുപ്പീസ് ബൈബാക്ക് ചെയ്ത് ഐ ഗോട്ട് 600 റുപ്പീസ്. ഈ 600 എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? IFRS ട്രീറ്റ് ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ കേസ്. ഇൻകം ഫ്രം ഇതിന് എക്സ്പെൻസ് എന്തെങ്കിലും അലോഡ് ആണോ ഇല്ല. ഇതിന് പുതിയ സെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ടർ ഡിവിഡൻഡ്, ഒരു ഡിവിഡൻഡ് ആയിട്ട് കാണുന്നത്. ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 22(F)ൽ ഇത് വരും. ഇത് പുതിയ സെക്ഷനാണ്, 20 സെക്ഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അതൊന്ന്. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നമില്ല. നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ ക്യാപിറ്റൽ ലോസ് ആയിട്ട് കാണിക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫെയർ വാല്യൂ കൺസിഡറേഷൻ 0 വരിക. അത് 0 600 കിട്ടിയിരുന്നില്ല. പക്ഷേ ഈ 600-നെ നമ്മൾ IFRS ട്രീറ്റ് ചെയ്തില്ലേ, അത് ഇവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് ടാക്സ് വരുന്ന പോലെ ഡബിൾ ഹെഡിൽ വരൂലേ, 2 ഹെഡിലും വരൂലേ. അപ്പൊ 600 ആണ് നമുക്ക് കിട്ടിയ കൺസിഡറേഷൻ. അതായത് 10 ഷെയർസ് 50 റുപ്പീസ് വെച്ച് അത് IFRS ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അത് അഗെയിൻ എന്ത് ചെയ്യണ്ട, FVC ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഗെയിനിൽ FVC ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം 2 സെറ്റ് ഒരേ എമൗണ്ട് വരണ്ട. സോ FVC നിങ്ങൾ 0 ആക്കി എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ലേ? എന്താണ് ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ? എന്താണ് കോസ്റ്റ് ഓഫ് 10 ഷെയർസ് ഞാൻ മുമ്പ് വാങ്ങിച്ച് എത്ര റുപ്യക്കാം? 15 റുപ്യക്കാം. സോ 10 into 50 is the cost and acquisition, that is equal to 150. ഈ 150-നെ ഈ FVC കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്യുമ്പോൾ എന്തായി? ക്യാപിറ്റൽ ലോസ് ആയില്ലേ? 150-നെ എനിക്ക് ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഡിപെൻഡ്സ് upon period of holding cost. ഓക്കെ, സോ ഒന്നുകൂടി പറയാം. ബൈബാക്ക് നടത്തുമ്പോൾ ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. നല്ലൊരു ചേഞ്ച് സംഭവിച്ചത്. അപ്പം ബൈബാക്ക് നടത്തുമ്പോൾ ഡൊമസ്റ്റിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ മുമ്പ് കമ്പനിയായിരുന്നു ടാക്സ് അടച്ചിരുന്നത്. 1/10/2024 മുന്നെയാണ് ബൈബാക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ കമ്പനിയാണ് ടാക്സ് അടക്കേണ്ടത്. അറ്റ് ദി റേറ്റ് ഓഫ് 20% പ്ലസ് 12% പ്ലസ് 4%. സെക്യൂരിറ്റി ഹോൾഡർ, അതായത് ഷെയർ ഹോൾഡർ ചെയ്യുന്ന ആളൊന്നും ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഈ ഇറ്റ് ഈസ് ആഫ്റ്റർ 1/10/2024. അവർ അങ്ങോട്ടുള്ള പ്രൊവിഷൻ നോക്കുമ്പോൾ ബൈബാക്കിൽ കമ്പനി ടാക്സ് ഇംപ്ലിക്കേഷൻ ഇല്ല. കമ്പനി ടാക്സ് ഒന്നും അടക്കണ്ട. പകരം സെക്യൂരിറ്റി ഹോൾഡർ, ഷെയർ ഹോൾഡർ ടാക്സ് അടക്കണം. എത്ര ടാക്സ് അടക്കണം? ഓക്കെ, അതിൻ്റെ ഇടയിൽ വോയിസ് കട്ടായോ എന്നൊരു സംശയമുണ്ട്. ഐ തിങ്ക് ഇടയിൽ എവിടെയോ വോയിസ് കട്ടായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടി ഈ ബൈബാക്ക് പ്രൊവിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ വോയിസ് ഓക്കെ ആണില്ല. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ വോയിസിൽ എന്തോ സംഭവിച്ചെന്നൊരു സംശയമുണ്ട് എനിക്ക്. സോ അഗെയിൻ ഐ എം ഡിസ്കസിങ് ദിസ് ബൈബാക്ക് തിങ്. ബൈബാക്കിൻ്റെ കാര്യം ഞാൻ അഗെയിൻ ഒന്നുകൂടി ഫസ്റ്റ് തൊട്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാണ്. ആൻഡ് ഒന്നുകൂടി ലാസ്റ്റ്. ഓക്കെ, ഡിസ്കസിങ് ഇറ്റ് അഗെയിൻ. സോ ബൈബാക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷനിൽ വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് വന്നത്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക, ഫണ്ട് ബൈബാക്ക് നടത്തുമ്പോൾ 2 കേസാണ് ഇതിലുള്ളത്. ഒന്ന്, ഡൊമസ്റ്റിക് കമ്പനീസും ബൈബാക്ക് നടത്താം, അല്ലെങ്കിൽ അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനീസും ബൈബാക്ക് നടത്താം. അപ്പം അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനീസാണ് ബൈബാക്ക് നടത്തുന്നതെങ്കിൽ കമ്പനിക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. കമ്പനി ടാക്സ് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്യൂരിറ്റി ഹോൾഡർ, അതായത് ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾ, ബൈബാക്കിൻ്റെ പൈസ കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സാധാരണ ക്യാപിറ്റൽ ഗെയിനിലെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണോ അതേപോലെ കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് അടക്കണം. ഇൻ ഡൊമസ്റ്റിക് കമ്പനിയുടെ, ഇതാണ് വലിയ ഇമ്പോർട്ടൻസ് ഇട്ട. അതായത് കൊമേഴ്സ്റ്റിക് കമ്പനിയുടെ കേസിൽ ബൈബാക്ക് നടത്തുമ്പോൾ ഫണ്ട്, അതായത് മുമ്പുണ്ടായിരുന്ന പ്രൊവിഷന് കമ്പനിയായിരുന്നു ടാക്സ് അടച്ചിരുന്നത്. കമ്പനി എത്ര ടാക്സ് അടച്ചിരുന്നത്? ഇൻകം ടാക്സ്, അതായത് അഡീഷണൽ ഇൻകം ടാക്സ് 20%, ഡയറക്റ്റ് 20% ഹിറ്റാവും, പ്ലസ് 12% സർചാർജ് അടക്കണം, പ്ലസ് 4% സെസ്സും അടക്കണം. സോ 3% കമ്പനി അടക്കേണ്ടതായിരുന്നു. സെക്യൂരിറ്റി ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ബൈബാക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവിടെ എന്തില്ല, ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇതിലാണ് ചേഞ്ച് വന്നത്. ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓക്കെ, ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് കമ്പനീൻ്റെ കേസിൽ നേരെ ഒന്ന് തിരിച്ച്, അതായത് കമ്പനി ഇനി ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. നോ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഫോർ ദി കമ്പനി. കമ്പനിക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇനി സെക്യൂരിറ്റി ഹോൾഡറിനാണ് ടാക്സ് ഇംപ്ലിക്കേഷൻ വന്നത്. അപ്പോൾ ആകെ ചേഞ്ചായി. പണ്ട് കമ്പനിയായിരുന്നു ടാക്സ് അടച്ചിരുന്നത്. ബൈബാക്ക് നടത്തുമ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്, സോ ഡെഫിനറ്റ്ലി ടാക്സ് അടക്കണം, അങ്ങനെയാണ് പണ്ട് കണ്ടിരുന്നത്. ഇതുവരെ അങ്ങനെയായിരുന്നു. അതിലൊരു ചേഞ്ച് നടത്തിയിട്ട് പറഞ്ഞു ഇനി കമ്പനി ടാക്സ് അടക്കണ്ട, സെക്യൂരിറ്റി ഷെയർ ഹോൾഡേഴ്സ് ടാക്സ് അടക്കാത്ത ഇൻ കേസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനീസ് മാത്രം. അതിൽ ഒരു ക്രൂഷ്യൽ പോയിന്റ് കൂടി പറയാനുണ്ട്. ബൈബാക്ക് 1/10/2024 ശേഷമാണെങ്കിൽ ദിസ് പ്രൊവിഷൻ ഈസ് അപ്ലിക്കബിൾ. അതായത് 1/10/2024 ശേഷമാണ് ബൈബാക്ക് നടത്തുന്നുണ്ടെങ്കിലാണ് പുതിയ അമെൻഡഡ് പ്രൊവിഷൻ, അതായത് കമ്പനി ടാക്സ് അടക്കണ്ട എന്നുള്ള പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവുന്നത്. 1/10/2024 മുന്നേ ആണെങ്കിൽ കമ്പനി ടാക്സ് അടക്കണം. അതായത് സപ്പോസ് കമ്പനി ബൈബാക്ക് ചെയ്യുന്നത് 2024 ജൂലൈയിലാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൊവിഷനെ ഹിറ്റ് ചെയ്യുക? കമ്പനിയാണ് ടാക്സ് അടക്കേണ്ടത്, എന്ത് ചെയ്യണ്ട? ഷെയർ ഹോൾഡർ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. സപ്പോസ് കമ്പനി ബൈബാക്ക് നടത്തുന്നത് ഡിസംബറിലാണെങ്കിൽ ടാക്സ് ചെയ്യേണ്ടത് ആരാ ടാക്സ് ചെയ്യേണ്ടത്? കമ്പനി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റി ഹോൾഡറാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്യൂരിറ്റി ഹോൾഡർക്കാണ്, അതായത് ഷെയർ ഹോൾഡറാണ് ടാക്സ് വരിക, ഷെയർ ഹോൾഡറിനാണ് ടാക്സ് ഇംപ്ലിക്കേഷൻ വരിക. സോ നോക്കാം, ബൈബാക്ക് പ്രൈസ്, ദാറ്റ് മീൻസ് ഇനി ഷെയർ ഹോൾഡർ എങ്ങനെയാണ് ടാക്സ് അടക്കേണ്ടത്? ദാറ്റ് മീൻസ് എത്രയാണ് ഷെയർ ഹോൾഡർ? ഇപ്പോൾ നേരത്തെ കമ്പനിയുടെ കേസിൽ ഇത്ര ടാക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയർ ഹോൾഡർ ആണെങ്കിൽ അതിൻ്റെ ടാക്സേഷൻ എങ്ങനെയാണ് വരുന്നത്? വലിയ മാറ്റം സംഭവിച്ച് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയാണോ ബൈബാക്ക് പ്രൈസ് എത്രയാണോ ബൈബാക്ക് പ്രൈസ്, അതിനെ ഡിവിഡൻഡ് ആണ് എന്നുള്ള രീതിയിൽ IFRSൽ ട്രീറ്റ് ചെയ്യും. സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എൻ്റെ കയ്യിൽ 100 ഷെയർസാണ് ഞാൻ വാങ്ങിയിരുന്നത്. 100 ഷെയർസ് ഞാൻ വാങ്ങിയിരുന്നത് അറ്റ് ദി റേറ്റ് ഓഫ് 15 റുപ്പീസ്. അതായത് 1500 റുപ്യക്കാണ് ഞാൻ ഷെയർ വാങ്ങിയത്, ടോട്ടൽ ഷെയർസ്. ഇതിൽ 10 ഷെയർ എന്ത് ചെയ്ത് കമ്പനി ബൈബാക്ക് ചെയ്ത് അറ്റ് ദി റേറ്റ് ഓഫ് 60 റുപ്പീസ്. സോ ഞാൻ എത്ര ആയിരിക്കും ബൈബാക്ക് ആയിട്ട് എനിക്ക് കിട്ടുന്ന വാല്യൂ? 600 റുപ്പീസ്. ശരിയല്ലേ? ഈ 600 ഫുള്ളും എനിക്ക്, അതായത് ഷെയർ ഹോൾഡർ ഞാനാണ്, എനിക്ക് IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യും. ബൈബാക്ക് പ്രൈസ് മൊത്തം എനിക്ക് IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിൽ നിന്ന് എക്സ്പെൻസ് ഒന്നും എന്തല്ല, അലൗഡ് അല്ല. ടോട്ടൽ 600 തന്നെ IFRS ആയിട്ട് വരും. ഓക്കെ, പണ്ട് എങ്ങനെയായിരുന്നു? ബൈബാക്ക് എത്രയാണോ അത് ആരും ടാക്സ് അടക്കണം, കമ്പനി ടാക്സ് അടക്കണം. ഇപ്പം അങ്ങനല്ല. ഇനി ഇത് മാത്രമല്ല, അത് ഡിഡക്ഷൻ ഒന്നും അലോ ചെയ്യില്ല. ബൈബാക്ക് എത്രയാണോ ബൈബാക്ക് പ്രൈസ്, അതായത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അങ്ങനെ പറയാം. ഓക്കെ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? അതായത് കിട്ടിയ പൈസ മൊത്തം എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു ഒരു ഇംപ്ലിക്കേഷൻ കൂടി പറഞ്ഞു, ക്യാപിറ്റൽ ലോസ് ആയിട്ട് എന്ത് ചെയ്യാം? എടുക്കുകയും ചെയ്യാം. ക്യാപിറ്റൽ ലോസ് ആയിട്ട് എങ്ങനെ വരിക? നോക്കാം. ഇവിടെ ഫുൾ വാല്യൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? FEC എത്രയാണ്? 600 അല്ലേ? 600 അല്ലേ? പക്ഷേ ആ 600നെ ഞാൻ ഓൾറെഡി IFRSൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ FEC നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, 0 ആക്കി എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി 600നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇവിടെ 600 വീണ്ടും ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ട് ഇൻകം ഡിക്ലെയർ ചെയ്യുന്ന കേസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോ? ക്യാപിറ്റൽ ഗെയിനിൽ FECനെ 0 ആക്കി എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടോ സാറേ? ഉണ്ടല്ലോ. 10 ഷെയർ ഞാൻ 15 റുപ്യക്ക് മുമ്പ് വാങ്ങിയിരുന്നില്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ്? CO എടുക്കുമ്പോൾ 10 × 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 150 എന്തായിട്ട് വരും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് വരും. FEC 0, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 150. സോ ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ ലോസ് ആയിട്ട് എത്ര കിട്ടും? 150 കിട്ടും. ഈ 150 എനിക്ക് ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതാണ് ഷെയർ ഹോൾഡർ കേസിലുള്ള ഇംപ്ലിക്കേഷൻ. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ബൈബാക്ക് നടക്കുമ്പോൾ ബൈബാക്ക് പ്രൈസ് ആണ് ഷെയർ ഹോൾഡറിന് ടാക്സ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? FEC 0 ആക്കി എടുക്കുന്നതുകൊണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ FEC, അതായത് ഇപ്പോൾ ബൈബാക്ക് നടക്കുമ്പോൾ രണ്ട് സാധനം, FEC ഉണ്ടാവും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവും. FEC എന്തായിട്ട് പോകും? IFRS ആയിട്ട് പോകും. കോസ്റ്റ് ഓഫ് അക്വിസിഷനെ ക്യാപിറ്റൽ ലോസ് ആയിട്ട് കൊടുക്കാം. ദാറ്റ്സ് ദി കേസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് ഞാൻ 2 തവണ പറഞ്ഞപ്പോൾ, ഞാൻ വോയിസിൻ്റെ ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ 2 തവണ പറഞ്ഞത്. ഐ തിങ്ക് ഇറ്റ് ഈസ് മാനേജബിൾ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദി കേസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ജസ്റ്റ് ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ മാത്രം നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. ക്യാപിറ്റൽ ഗെയിനിൽ വന്ന ഒരു ചേഞ്ച് നമ്മളെ പീരീഡ് ഓഫ് ഹോൾഡിങ്ങിൻ്റെ കേസ് ആയിരുന്നു. അതർ അസറ്റ്സിന് പണ്ട് 36 മന്ത്സ് ആയിരുന്നു, ഇപ്പോൾ 24 മന്ത് ആക്കിയിട്ടുണ്ട്. ദെൻ ഇൻഡെക്സേഷനിൽ, അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന് ഒരു അസറ്റിനും അവൈലബിൾ അല്ല. ഈ ട്രാൻസാക്ഷൻ ഈസ് ആഫ്റ്റർ 23/7/2024. എല്ലാതും ഈ പീരീഡ് ഓഫ് ഹോൾഡിംഗ് അടക്കം കാൽക്കുലേഷൻ 23/7/2024 ശേഷമുള്ള ട്രാൻസ്ഫർ മാത്രമാണ്. ദെൻ അതിനുശേഷം പിന്നെ CI മാറിയിട്ടുണ്ട്, എല്ലാ വർഷം മാറുന്നതാണ്. പിന്നെ ഗിഫ്റ്റിൻ്റെ കേസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. ഗിഫ്റ്റിൻ്റെ കേസ് എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ HFE മാത്രമാണ് ഇതിന് ട്രാൻസ്ഫർ അല്ലാതെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാത്ത കേസിലൊക്കെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ LTCGയുടെ കേസിൽ 112A 112 രണ്ടിലും ചേഞ്ച് ഉണ്ട്. 112 ചേഞ്ച് എന്ന് വെച്ചാൽ 1 ലക്ഷം വരെ എക്സംപ്റ്റും 10% ടാക്സ് അങ്ങനെയായിരുന്നു. അത് 1.25 ലക്ഷം 12.5% ആക്കി. ടാക്സ് റേറ്റ് 12.5%, 1.25 വരെ എക്സംപ്റ്റും ആക്കി. 23/7 ശേഷമാണ് ട്രാൻസ്ഫർ എന്നുണ്ടെങ്കിൽ. ബാക്കി പ്രൊവിഷൻസ് ഒക്കെ സെയിം ആണ് LTCG ഇൻ കേസ് ഓഫ് 112A. ദെൻ 112ൽ ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വിത്ത് ഇൻഡെക്സേഷൻ 20% ടാക്സ് റേറ്റ് ആയിരുന്നു. ആൻഡ്
ഇപ്പോൾ അത് 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ടാക്സ് റേറ്റ്. അപ്പോൾ ഇൻഡെക്സേഷൻ ഇല്ലല്ലോ, അപ്പോൾ അത് ഡയറക്റ്റ് ടാക്സ് റേറ്റ് 12.5% ആക്കി 23/7/2024 ശേഷമാണ് ട്രാൻസ്ഫർ എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർഡ് ബൈ നോൺ റെസിഡന്റ് ഫോറിൻ കമ്പനി 10% ആയിരുന്നു മുമ്പ് ടാക്സ് റേറ്റ്, ഇപ്പോൾ 12.5% ആക്കി. അത് 10 ഉള്ളിടത്തൊക്കെ 12.5 ആക്കി. നെക്സ്റ്റ് ഇഫ് പിന്നെ ഇൻഡെക്സേഷൻ തിരിച്ചു കിട്ടും. അതായത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമേ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്ന്. അതിന് വേണ്ടത് അസസി റെസിഡന്റ് ആയിരിക്കണം, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇമൂവൽ പ്രോപ്പർട്ടി ആയിരിക്കണം, ഡേറ്റ് ഓഫ് അക്വിസിഷൻ 23/7/2024 മുന്നേ ആയിരിക്കണം, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ 23/7/2024 ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റിലും ചെയ്ത് നോക്കാം, ഇൻഡെക്സേഷൻ ഇല്ലാതെയും ചെയ്ത് നോക്കാം. രണ്ടിലും ഏതാണോ കുറവ് ആ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷനും കാൽക്കുലേറ്റ് ചെയ്യുക, 20% വിത്ത് ഇൻഡെക്സേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. ഏതാണോ ലോവർ അത് വെച്ചിട്ട് ടാക്സ് അടക്കുക. ഓക്കെ, ആൻഡ് ദിസ് കാൽക്കുലേഷൻ ഡെഫിനറ്റ്ലി അടുത്ത എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? FEC മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ് ചെയ്യില്ല. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സ് ചെയ്ത് നോക്കാം. കുറവാണെങ്കിൽ ആ ടാക്സ് അടക്കാം, അത്രേ ഉള്ളൂ. എൻ്റെ ഗെയിൻ ഇൻകം മാറുന്നില്ല. ഇൻകം വിൽ ബി കാൽക്കുലേറ്റഡ് അണ്ടർ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ഇറ്റ് സെൽഫ്. അതാണ് ക്രൂഷ്യൽ പോയിന്റ് ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസായിരുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A 15% ഇപ്പോൾ 20% ആക്കിയിട്ടുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ആൻഡ് ദിസ് ഈസ് എ സമ്മറി ഫോർ ദാറ്റ്. ആൻഡ് 50A ചേഞ്ച് ഉണ്ടായി. 50A ഇറസ്പെക്റ്റീവ് ഓഫ് പീരിയഡ് ഓഫ് ഹോൾഡിംഗ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ട് സാധനങ്ങളാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും അൺലിസ്റ്റഡ് ബോൺസും ഇൻക്ലൂഡ് ചെയ്ത് ഇഫ് ട്രാൻസ്ഫർ ഈസ് ആഫ്റ്റർ 23/7/2024. ആൻഡ് ലാസ്റ്റ് പറഞ്ഞ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ കേസായിരുന്നു സെക്ഷൻ 46A. ബൈബാക്കിൽ മുമ്പ് കമ്പനി എന്ന ടാക്സ് അടച്ചിരുന്നത് 20% പ്ലസ് 12% പ്ലസ് 4%. സെക്യൂരിറ്റി ഹോൾഡർ ടാക്സ് അടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസ് ഇട്ടാണ്. ഇപ്പോൾ അത് മാറി, കമ്പനിക്ക് ടാക്സേഷൻ ഇല്ല. സെക്യൂരിറ്റി ഹോൾഡർ അതായത് ഷെയർ ഹോൾഡർ ടാക്സ് അടക്കണം. എത്രയാണോ ബൈബാക്ക് കിട്ടിയ പ്രൈസ് അത് IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഡിവിഡൻഡ് ആണ് സെക്ഷൻ 22 സെക്ഷൻ ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 222F ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എക്സ്പെൻസ് ഒന്നും അലൗഡ് അല്ല. എത്രയാണോ ബൈബാക്ക് ഡയറക്റ്റ്ലി ആയിട്ട് വരും. പിന്നെ ക്യാപിറ്റൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതായത് FEC 0 ആക്കി എടുക്കുക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇടുക, അപ്പം ക്യാപിറ്റൽ ലോസ് 0 ആയിട്ട് വരും. ഇഫ് ദി ബൈബാക്ക് ഈസ് ആഫ്റ്റർ 1/10/2024 ആകുമ്പോഴാണ് ഈ അമെൻഡഡ് പ്രൊവിഷൻ. 1/10/2024 മുന്നേ ആണെങ്കിൽ പഴയ പ്രൊവിഷൻ തന്നെയാണ്. കമ്പനി ടാക്സ് അടക്കുക, ഷെയർ ഹോൾഡർ ടാക്സേഷൻ ഇല്ല. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി അപ്കമിംഗ് എക്സാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചേഞ്ചസ് ഇൻ IFRS. സോറി, IFRS അല്ല, ക്യാപിറ്റൽ ഗെയിൻ അത്ര ചേഞ്ചസ് ഉള്ളൂടാ. അപ്പോൾ ക്രൂഷ്യൽ അമെൻമെന്റ്സ് വന്നത് ക്യാപിറ്റൽ ഗെയിനിലാണ്, മറ്റേതിലല്ല. മറ്റേതിലൊക്കെ സിമ്പിൾ അമെൻമെന്റ്സ് ആയിരുന്നു. ക്യാപിറ്റൽ ഗെയിനിലാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള അമെൻമെന്റ്സ് നടന്നത്. ഇനി IFRS നടന്ന അമെൻമെന്റ്സ് ഒക്കെ സിമ്പിളാണ്. ഇനി അങ്ങോട്ടൊക്കെ സിമ്പിളാണ്, വലിയ പ്രശ്നമില്ല. ഫാമിലി പെൻഷൻ്റെ കേസ്. ഇപ്പോൾ ഫാമിലി പെൻഷൻ്റെ കേസ്, അതായത് പണ്ട് 115 ഫാമിലി പെൻഷൻ കിട്ടുമ്പോൾ ഒരു ഡിഡക്ഷൻ അലോഡ് ചെയ്യുന്നു. ഡിഡക്ഷൻ എത്രയായിരുന്നു? 33% ഓഫ് ദി പെൻഷനോ 15,000 വിച്ച് ഈസ് ലോവർ ഒരു ഡിഡക്ഷൻ കിട്ടും ഫാമിലി പെൻഷന്. നോർമൽ കേസിലും 115 ബേസിലും രണ്ടിലും സെയിം ആയിരുന്നു. രണ്ട് കേസാണെങ്കിലും ഫാമിലി പെൻഷൻ്റെ ഡിഡക്ഷൻ എത്രയെന്ന് വെച്ചാൽ 33.3% ഓഫ് പെൻഷൻ ഓർ 15,000 വിച്ച് ഈസ് ലോവർ. അതിപ്പം മാറിയിട്ട് ആ 15,000 സ്ലാബിന് പകരം 25 ആക്കി. ഇതാണ് ചേഞ്ച്. ഇത്രേ ഉള്ളൂ ചേഞ്ച്. അത് ഏതിൽ മാത്രം? 115 ബേസിൽ മാത്രം. അപ്പം നോർമൽ പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ വിൽ ബി ഡിഡക്ഷൻ എത്രയാണ്? 33.3% ഓഫ് പെൻഷൻ ഓർ 15,000 വിച്ച് ഈസ് ലോവർ. 115 BS ആണെന്നുണ്ടെങ്കിൽ 33.3% ഓഫ് പെൻഷൻ ഇൻകം ഓർ 25,000 വിച്ച് ഈസ് ലോവർ. ഇതിന് ഡേറ്റ് ഒന്നുമില്ല, ഡേറ്റ് ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇന്ന ഡേറ്റ് മുതൽ ആ ഇയർ മൊത്തം ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രൊവിഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തതാണ്. അതായത് ഇനി മുതൽ ഈ പ്രൊവിഷൻ ഇല്ല. അതായത് കൺസിഡറേഷൻ റിസീവ് എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഷെയർസ് ബൈ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസ്. ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനീസിന് ഈ എക്സസ് ആയിട്ട്, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും എക്സസ് ആയിട്ട് പൈസ റിസീവ് ചെയ്യുമ്പോൾ, അതായത് കൺസിഡറേഷൻ റിസീവ് ചെയ്യുമ്പോൾ അതിനെ IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതെന്തല്ല, അതില്ല, ആ ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കി. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് അസസി ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്. ഇഷ്യൂ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സീഡ് ഫെയർ മാർക്കറ്റ് വാല്യൂ. ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടുതലാണ് ഇഷ്യൂ പ്രൈസ് കൺസിഡറേഷൻ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ആ എക്സസ് എമൗണ്ട് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക? IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇപ്പം എന്തില്ല, എക്സസ് കിട്ടിയാലും അതിനെ ടാക്സ് അടക്കണ്ട, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതായത് ഷെയർ ഇഷ്യൂ ചെയ്തതിനേക്കാളും ഫെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും കൂടിയിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ആ എക്സസ് എമൗണ്ട് IFRS ആയിട്ട് മുമ്പ് ട്രീറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഇല്ല, IFRS ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻകം. അതിൻ്റെ അർത്ഥം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുകളിൽ എന്നുള്ളത്. ഓക്കെ, യെസ്, സിമ്പിൾ പ്രൊവിഷൻ ആണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് IFRS ചേഞ്ച് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ചേഞ്ച് വരുന്നത് ചാപ്റ്റർ 6 ഈ ചേഞ്ച് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് നമ്മൾ. കാരണം നമ്മളെ 14% ആണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ മാറിയിട്ടുണ്ട്. 10% ആയിരുന്നു മുന്നേ, അതിപ്പോൾ 14% ആയിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് 115 BS മാത്രം കേട്ടോ. നോർമലിൽ 10% തന്നെയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ് ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ എംപ്ലോയേഴ്സ് ഉണ്ടെങ്കിൽ മാക്സിമം 14% ഓഫ് സാലറിയാണ് ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഈ എംപ്ലോയർ നോർമൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലാത്തൊരു എംപ്ലോയർ ആണെങ്കിൽ 10% ഓഫ് സാലറി. ഇതാണ് നോർമലിൽ ഉണ്ടായിരുന്നത്. 115 രണ്ടിലും ഒന്ന് തന്നെയായിരുന്നു. 115 BS നോർമലിൽ പണ്ട് ഇതേ പ്രൊവിഷനായിരുന്നു. 10% സാലറി. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ 14%.
എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. അത് നമുക്ക് ഡിഡക്ഷൻ എടുക്കാൻ പറ്റുന്ന 80CCD സബ്സെക്ഷൻ 2 ഇത് ശരിക്കും അപ്പം ചാപ്റ്റർ 6 ഡിഡക്ഷൻ 115 ബേസിൽ കിട്ടുമോ? യെസ്, 80CCD 2 കിട്ടുന്ന ഒരു ഡിഡക്ഷൻ അല്ലേ ആണ്. ഇനി അമെൻഡ് ചെയ്ത പ്രൊവിഷൻ എന്താ? നോർമലി സെയിം, അതായത് 14 and 10. 115 ബേസിൽ രണ്ടും 14 ആക്കി. അതായത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, പ്രൈവറ്റ് കമ്പനീസ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എത്ര വരെ കൊടുക്കാം? അപ്പം 14% ഓഫ് സാലറി വരെ കൊടുക്കാം മാക്സിമം. നമുക്ക് ഡിഡക്ഷൻ ആക്കി എടുക്കുകയും ചെയ്യാം 80CCD സബ്സെക്ഷൻ 2. പണ്ട് 10 ആയിരുന്നു, ഇപ്പോൾ 14 ആയി. ദാറ്റ്സ് ദി കേസ്. സിമ്പിൾ പ്രൊവിഷൻ. നെക്സ്റ്റ്, TDS ആൻഡ് DCS. TDS ആൻഡ് DCSലും അടച്ചോണേ ചേഞ്ചസ് ഉണ്ടോ? യെസ്, ചേഞ്ചസ് ഉണ്ട്. സിമ്പിൾ ചേഞ്ചസ് ആണ്, പേടിക്കാനൊന്നുമില്ല. അതായത് ഒരു TDSന്റെ നമ്മുടെ സാലറിയുടെ TDSന്റെ സെക്ഷനാണ് സെക്ഷൻ 192. അപ്പോൾ സെക്ഷൻ 192ൽ എന്താണ് ചേഞ്ച്? ചേഞ്ച് ഒന്നുമില്ല, സിമ്പിൾ. അതായത് നമ്മൾ സെക്ഷൻ 192ൽ സാലറിയുടെ TDS കട്ട് ചെയ്യുക, എംപ്ലോയീസ് എങ്ങനെ കട്ട് ചെയ്യുക? നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതനുസരിച്ച് കട്ട് ചെയ്യുക അല്ലേ? നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡിൽ ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഡിക്ലെയർ ചെയ്യും. വേറെ ടാക്സ് ഏതെങ്കിലും ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യും. HP ലോസ് വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം ഡിക്ലെയർ ചെയ്യും. HP ലോസ് ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യും TDS അല്ലേ? ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ നമ്മൾ എന്തൊക്കെ ഡിക്ലെയർ ചെയ്യുക? ഇൻകം ചാർജബിൾ ടു ടാക്സ് അണ്ടർ അതർ ഹെഡ്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. ടാക്സ് ഡിഡക്ട് ചെയ്ത് ഇതുവരെ എത്ര ഉണ്ട് ഡിസ്ക്ലോസ് ചെയ്യും. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എത്ര ലോസ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ട് ബാക്കി എന്നിട്ടാണ് ഒരു TDS കട്ട് ചെയ്യാൻ തുടങ്ങുക. TDS എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. മീൻസ് കാൽക്കുലേറ്റ്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ TDS കട്ട് ചെയ്യാം. അല്ലേ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ബൈ 12 കൊടുത്തില്ല TDS കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കാൽക്കുലേഷനിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി കൂട്ടിച്ചേർത്ത്, അത്രയേ ഉള്ളൂ. അതായത് ഇൻകം എനിക്ക് കാണിച്ചു കൊടുക്കും, ഞാൻ കാണിച്ചു കൊടുക്കും. എത്ര അതർ ഹെഡിൽ വേറെ ലിങ്ക് ഉണ്ടെങ്കിൽ എനിക്ക് പറയാം. ടാക്സ് ഡിഡക്ട് ചെയ്ത് പറയാം, അതേപോലെ കളക്ട് ചെയ്തും പറയാം. പണ്ട് കളക്റ്റഡ് ഇവിടെ ഇല്ല. അപ്പോൾ ചില കേസിൽ TCS കളക്ട് ചെയ്യില്ലേ? ഇപ്പോൾ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ TCS കളക്ട് ചെയ്യും. അപ്പോൾ TCS കളക്ട് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ എംപ്ലോയർക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം, എനിക്ക് ഇത്ര TCS ക്രെഡിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ TDS ക്രെഡിറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്ന പോലെ തന്നെ TCS എത്ര ഉണ്ട് ക്രെഡിറ്റ് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാം? ഡിക്ലെയർ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ. പണ്ടതില്ല. TCS നമ്മൾ എംപ്ലോയർക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ എംപ്ലോയീസിന് TCSും ഡിക്ലെയർ ചെയ്യാം. അപ്പം അതും കൂടി കുറച്ചും കൂടി കുറയും ടാക്സ്. TCS എമൗണ്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി ടാക്സ് പേ ചെയ്തെന്നല്ല അർത്ഥം. സോ അത്രയും കൂടി ടാക്സ് കുറയും. മനസ്സിലായി? അപ്പോൾ അത്രയും TDS കുറയും. മനസ്സിലായി? അതാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ. TCS കൂടി കാണിച്ച് കഴിഞ്ഞാൽ എന്തായി? TCS ഒരുപാടുണ്ടെങ്കിൽ കൂടി കാണിച്ച് കഴിഞ്ഞാൽ അത്രയും ടാക്സ് ഓൾറെഡി അടച്ചെന്നല്ല അർത്ഥം. സോ അത്രയും കുറച്ചിട്ട് TDS ടാക്സ് ഡിഡക്ട് ചെയ്താൽ പോരെ എംപ്ലോയർക്ക്. മനസ്സിലായി? അപ്പോൾ അതിനാണ് ആ പ്രൊവിഷൻ കൊണ്ടുവന്നത്. TCSും കൂടി ഉൾപ്പെടുത്തും. നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ TCSും കൂടി ഉണ്ടെങ്കിൽ ഉൾപ്പെടുത്താം. നമുക്ക് കാണിച്ചു നമുക്ക് അവരോട് ഡിക്ലെയർ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് TCS ഓൺ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. നമ്മളെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ കേസിൽ ഒരു ചെറിയ അമെൻമെൻ്റ് ആണ്. അതായത് 193 ഓൾറെഡി ഉള്ള സെക്ഷനാണ്. അതിൽ ഈ പറഞ്ഞ 8% സേവിങ്സ് ടാക്സബിൾ ബോൺസിനും 7.75 സേവിങ്സ് ടാക്സബിൾ ബോൺസിനും ആയിരുന്നു. അത് 10 ആ ഇൻട്രസ്റ്റ് 10,000 എബോ എന്നുണ്ടെങ്കിൽ ഈ താഴെ പറഞ്ഞ സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ TDS ഡിഡക്ട് ചെയ്യും ആസ് പെർ സെക്ഷൻ 193. അതിൽ ഒരു സാധനം കൂടി ഇൻക്ലൂഡ് ചെയ്തു. 8% സേവിങ്സ് ടാക്സബിൾ ബോൺസും 7.75 സേവിങ്സ് ടാക്സബിൾ ബോൺസിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് സേവിങ്സ് ബോൺസ് 2020 കൂടി ഇൻക്ലൂഡ് ചെയ്തു. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് 194 അറിയാമല്ലോ, നമ്മളെ ഡിവിഡൻറ്റിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് ഒക്കെ അതിൻ്റെ ഒക്കെ കേസിൽ TDS കട്ട് ചെയ്യുന്ന കേസ്. അതിൽ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ബൈബാക്കിൻ്റെ കേസിൽ 222F ഇല്ലടാ. നമ്മളെ ബൈബാക്ക് പ്രൈസ് ബൈബാക്ക് ചെയ്യുമ്പോൾ ബൈബാക്ക് പ്രൈസിന് ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസാണെങ്കിൽ ഷെയർ ഹോൾഡർക്ക് ടാക്സ് ചെയ്യപ്പെടും എന്നുള്ള കേസ് സെക്ഷൻ 222F അത് ഇവിടെ കൊണ്ടുവന്നു. അപ്പം 194 അനുസരിച്ച് TDS ഇംപ്ലിക്കേഷനും വരും അതിന്. അതായത് എനിക്ക് ബൈബാക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ എന്തും കൂടി ബൈബാക്ക് നിങ്ങൾക്ക് 600 നേരത്തെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ഡിഡക്ട് ചെയ്തിട്ടേക്കാണ് നിങ്ങൾക്ക് കിട്ടുക? 194 അനുസരിച്ച് TDS ഡിഡക്ട് ചെയ്തിട്ടേക്കാണ് നിങ്ങൾക്ക് ബൈബാക്ക് കിട്ടുക. ബൈബാക്ക് ഡിവിഡൻറ്റ് തരുന്ന പോലെയാണ്, ഇംപ്ലിക്കേഷൻ അതേപോലെ വരും. മനസ്സിലായോ? അപ്പോൾ 194ൻ്റെ പ്രൊവിഷൻ നോക്കേണ്ടി വരും അതിന്. ഡിവിഡൻറ്റ് പോലെ തന്നെ കൺസിഡർ ചെയ്യുന്നത്, ഡിവിഡൻറ്റ് പോലെ തന്നെയാണ്. പക്ഷേ ബൈബാക്ക് എത്രയാണോ കിട്ടിയ മൊത്തം IFRS ആയിട്ട് കിട്ടിയും. ഓക്കെ, ഡിവിഡൻറ്റ് പോലെ തന്നെ. അപ്പോൾ ഡിവിഡൻറ്റിന് ടാക്സ് ഡിഡക്ട് ചെയ്യുമല്ലോ ചില കേസിൽ 194 അനുസരിച്ച്. അതേപോലെ ബൈബാക്കിൻ്റെയും ടാക്സ് ഡിഡക്ട് ചെയ്യും. ആ ഇംപ്ലിക്കേഷൻ ഇവിടെ വന്നു, പുതിയ സെക്ഷനാണ് ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മുടെ 194C ഇല്ലേ, കോൺട്രാക്ടേഴ്സിൻ്റെ കേസിൽ സെയിം ആണ്. വർക്ക് എന്നുള്ള ഡെഫിനേഷൻ, ഈ വർക്ക് എന്നുള്ള ഡെഫിനേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ കോൺട്രാക്ടേഴ്സിന്. അത് 110 ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ TCSൻ്റെ എല്ലാ അമെൻമെൻറ്റ്സും ഇല്ലേ 110 ശേഷം പറയാൻ വിട്ടുപോയി. നമ്മളെ ക്യാപിറ്റൽ ഗെയിൻ അധികം 27 ആയിരുന്നു, ബൈബാക്ക് മാത്രം 110. TDS ആൻഡ് TCSൻ്റെ പ്രൊവിഷൻ മൊത്തം 110 ശേഷം, 110/2024, 110/2024. ഓക്കെ, ഒക്കെ അപ്ലിക്കബിൾ 110 ശേഷമാണ്. 110 ശേഷം ഇങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അപ്ലിക്കബിൾ. അതിന് മുമ്പാണ് പഴയ സാധനങ്ങൾ ഇങ്ങനെ അപ്ലിക്കബിൾ. ആ വർക്കിൻ്റെ ഡെഫിനിഷനിൽ ചെറിയ മാറ്റം, ഇതൊന്നും മാറ്റില്ല. അഡ്വർടൈസിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ പഴയ പോലെ തന്നെയാണ്. ആകെ വർക്ക് ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ വർക്കിൽ പെടില്ലല്ലോ. അപ്പോൾ അതിൽ അന്ന് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ, അതായത് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ വർക്കിൽ പെടുത്തൂല എന്നുള്ളൊരു കേസ് ഉണ്ട്. അത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 194Jയിൽ ഇംപ്ലിക്കേറ്റ് ചെയ്ത എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് ഇവിടെ വർക്കായിട്ട് കൂട്ടൂല. അതായത് ഒന്നെങ്കിൽ 194Jയിൽ ടാക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ TDS കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആസ് പെർ 194C. അപ്പം പ്രയോറിറ്റി ഏതൊക്കെ വരുന്നത്? ഒരു സാധനം 194Jയിലാണോ Cയിലാണോ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി Jക്കാണ്. അപ്പോൾ Jയിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണെങ്കിൽ അഗെയിൻ TDS വിൽ നോട്ട് ബി ഡിഡക്റ്റഡ് അണ്ടർ C. ദാറ്റ് മീൻസ് വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല.
ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ജെ, അത് വർക്കല്ല, അത് സിയിൽ കൂട്ടൂല. സിയിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. 194 ആണെങ്കിൽ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനമാണെങ്കിൽ ദെൻ 194 അനുസരിച്ച് ഡിഡക്ട് ചെയ്യും. പക്ഷേ 194 ജെയിലുള്ള സാധനമാണെങ്കിൽ അത് വർക്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 194 അനുസരിച്ചും എഗെയിൻ TDS കട്ട് ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്നിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ പ്രയോറിറ്റി 194 പോകും. ദാറ്റ്സ് ദി കേസ്. അത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പ്രാക്ടിക്കൽ സൈഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ എക്സാം സൈഡിൽ അതിന് ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് 194IA എന്നുള്ളതാണ്. അപ്പോൾ 194IA നമ്മളെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന TDS ആയിരുന്നു 194IA. ഇതിൻ്റെ പ്രൊവിഷനും അപ്ലിക്കബിൾ ഫ്രം 1/10/2004. ഇത് ഭയങ്കര ഇംപ്ലിക്കേഷൻ ആയിട്ടുള്ള, പ്രാക്ടിക്കലി ഒക്കെ ഇംപ്ലിക്കേഷൻ ആയിട്ടുള്ള സാധനം. അതായത് ഇതിങ്ങനെയാണ് 50 ലക്ഷത്തിൽ എബോവ് ഉള്ള ഒരു 50 ലക്ഷത്തിൽ എബോവ് വരുന്ന ഒന്നുകിൽ SDBയോ സ്റ്റാമ്പ് ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഫെയർ വാല്യൂ കൺസിഡറേഷനോ 50 ലക്ഷത്തിൽ എബോവ് വരുന്ന ഒരു കേസാണെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ 1% TDS കട്ട് ചെയ്യണ കൺസിഡറേഷനിൽ നിന്ന് എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. അത് അതേപോലെ തന്നെ ഉണ്ട്. ആ പ്രൊവിഷൻ മാറ്റമൊന്നുമില്ല, 50 ലക്ഷം തന്നെയാണ്, 1% തന്നെ TDS കട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനും എൻ്റെ ബ്രദറും രണ്ടാളും കൂടി പേരിലാണ് ആ പ്രോപ്പർട്ടി. ഓക്കെ, സോ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഒരു 60 ലാക്കാണ് കൺസിഡറേഷൻ, 60 ലാക്കാണ് കൺസിഡറേഷൻ. അപ്പം ഈക്വൽ ഷെയർ ആണ്. സോ 30 ലാക്ക് ബ്രദറിനും 30 ലാക്ക് എനിക്കും, അങ്ങനെയാണല്ലോ വരിക പേയ്മെൻറ്റ് കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ 1% TDS കട്ട് ചെയ്യണോ എന്നാണ് ചോദ്യം. കാരണം 50 ലാക്കിന് താഴെയല്ലേ, ഈച്ച് ഇൻഡിവിജ്വലിന് 50 ലാക്കിന് താഴെയല്ലേ. പക്ഷേ പ്രോപ്പർട്ടി 50 ലാക്കിൻ്റെ എബോവ് 60 ലാക്ക് ഉണ്ട്. അപ്പോൾ അത് കുറേ കാലമായിട്ടുള്ള ഒരു സംശയമായിരുന്നു. അത് വലിയ പ്രശ്നമായിരുന്നു. അത് എങ്ങനെ കട്ട് ചെയ്യും, അതായത് ടോട്ടൽ ആണോ നോക്കണ്ടേ, അത് ഇൻഡിവിജ്വൽ ആണോ നോക്കണ്ടേ, ഇൻഡിവിജ്വലി ആണോ നോക്കണ്ടേ, അതോ ടോട്ടൽ ഇമ്മൂൾ പ്രോപ്പർട്ടിൻ്റെ ബേസിലാണോ നോക്കണ്ടേ. ഉത്തരം കിട്ടി, ടോട്ടലാണ് നോക്കണ്ടേ, അഗ്രിഗേറ്റ് ആയിട്ട് നോക്കണ്ടേ. ആ ഇമ്മൂൾ പ്രോപ്പർട്ടിൻ്റെ അഗ്രിഗേറ്റ് വാല്യൂ, ദാറ്റ് മീൻസ് അഗ്രിഗേറ്റ് ഫെയർ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് 60 ലാക്ക്. സോ TDS വിൽ ബി ഡിഡക്റ്റഡ് ഓൺ 60 ലാക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഇംപ്ലിക്കേറ്റഡ്. സെക്ഷൻ 194IA വിൽ ബി ഇംപ്ലിക്കേറ്റഡ്. ഇൻഡിവിജ്വൽ അനുസരിച്ചല്ല നോക്കുക, 30 വെച്ചിട്ടല്ല നോക്കുക. ടോട്ടൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 60 ലാക്കിനാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. സോ 60 ലാക്കിൻ്റെ മുകളിലും TDS വിൽ ബി ഇംപ്ലിക്കേറ്റഡ്. അതാണ് ആ പോയിന്റ്, അതാണ് ആ ബ്ലൂ കളറിലുള്ളത്. ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ ട്രാൻസ്ഫേഴ്സ് ഓർ ട്രാൻസ്ഫറീസ്, കൺസിഡറേഷൻ ഷാൽ ബി അഗ്രിഗേറ്റ് ഓഫ് ദി എമൗണ്ട്സ് പേബിൾ ബൈ ദി ഓൾ ദ ട്രാൻസ്ഫറീസ് ടു ട്രാൻസ്ഫർ. അഗ്രിഗേറ്റ് നോക്കുക, അഗ്രിഗേറ്റ് എമൗണ്ട് നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഉണ്ട്, ലെറ്റ്സ് സേ ഐ സോൾഡ് എ പ്രോപ്പർട്ടി ടു A and B jointly for 80 lakhs. 8 ലക്ഷത്തിന് വിറ്റ്. ഈച്ച് ഓഫ് ദം വിൽ പേ 40 lakhs ആൻഡ് 40 lakhs അല്ലേ. ഞാൻ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി രണ്ടാൾക്ക് വിറ്റ്, ഇപ്പോൾ എനിക്കും എൻ്റെ ബ്രദറിനെ വിറ്റ്. ഓക്കെ, 80 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. 40 lakhs എനിക്കും 40 lakh ബ്രദറിനെ പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ പേ ചെയ്യുമ്പം ഒക്കെ രണ്ടും 50 ലക്ഷത്തിന് താഴെയല്ലേ. ഇപ്പോൾ TDS കട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നത് 50 ലക്ഷം താഴെയാണ്. പക്ഷേ എന്നിരുന്നാലും കട്ട് ചെയ്യണം. അഗ്രിഗേറ്റ് വാല്യൂ 50 ലാക്കിൻ്റെ എബോ ആണ്. സോ എന്ത് ചെയ്യണം, 50 ലാക്കിന് എബോ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ അതിൻ്റെ മുകളിൽ TDS കട്ട് ചെയ്യേണ്ടി വരും. നൗ വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് മീൻസ് അഗ്രിഗേറ്റ് കൺസിഡറേഷൻ വിച്ച് ഈസ് 80 lakhs. സോ ആസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 50 lakh ആയതുകൊണ്ട് തന്നെ TDS വിൽ ബി ഡിഡക്റ്റഡ്. ദാറ്റ്സ് ദി കേസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ TDS റേറ്റ്സിൽ കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ഫ്രം 1/10. ആൻഡ് മേലെ പറഞ്ഞ കേസും ഇറ്റ് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ഫ്രം 1/10. ഓക്കെ, അപ്പോൾ TDSൻ്റെ എല്ലാ പ്രൊവിഷനും ഈസ് അപ്ലിക്കബിൾ ഫ്രം 1/10. ഓക്കെ, സോ 194G, H, DA, IB, M ഇതൊക്കെ 5 ആയിരുന്നു, അതിനൊക്കെ കുറച്ച് 2 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓർമ്മിച്ച് വെച്ചാൽ മതി. ഏതൊക്കെ സെക്ഷൻ ആണ് ഓരോന്ന് പറയുന്നില്ല, ഐ തിങ്ക് യു ഓൾറെഡി ലേൺ ഇറ്റ്. നെക്സ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റോ TDSO TCSO ലേറ്റ് ആയി കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റിന് ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ അല്ലേ? യെസ് അല്ലേ. TDSO TCSO ഞാൻ അടക്കണ്ടേ. ഇപ്പം കഴിഞ്ഞ മാസത്താണെങ്കിൽ നെക്സ്റ്റ് 7th ഞാൻ അത് പേ ചെയ്യണം. പേ ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ TDSന് 1.5% പെർ മന്ത് പാർട്ട് ദെയർ ഓഫ് ആയിരുന്നു. 1% പെർ മന്ത് പാർട്ട് ദെയർ ഓഫ് 1% ആയിരുന്നു TCSന്, 1.5 ആയിരുന്നു TDSന് മുമ്പത്തെ പ്രൊവിഷൻ. അത് മാറിയിട്ട് TDSന് 1.5ഉം TCSന് 1.5 ആയി. അപ്പോൾ TDSന് മാറ്റമില്ല, TDS പണ്ട് 1.5 ആണ്, ഇപ്പോൾ 1.5 ആണ്. TCSന് 1.5% പെർ മന്ത് ആക്കി. ദാറ്റ്സ് ദി കേസ്. ഓക്കെ, ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് കൂട്ടി. ആൻഡ് ഓക്കെ, ഇതൊരു സിമ്പിൾ തിയറി ക്വസ്റ്റൻ ആണ്. സർട്ടിഫിക്കറ്റ് ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് ലോവർ റേറ്റ്സ്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ടാക്സ് അപ്ലിക്കേഷൻ കൊടുക്കാം, ടാക്സ് റേറ്റ്സ് ലോവർ, TDS കട്ട് ചെയ്യുന്നത് കുറക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഡിഡക്ഷൻ ഓഫ് ടാക്സ് റേറ്റ് ലോവർ റേറ്റ് എനിക്ക് എന്ത് ചെയ്യാം, അസസിംഗ് ഓഫീസർക്ക് എനിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം, ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോൺ ഡിഡക്ഷന് വേണ്ടിയിട്ടും ഡിഡക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, സർട്ടിഫിക്കറ്റ് എടുക്കാം. അതായത് അപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം, ഡിഡക്ട് ചെയ്യരുത്, സർട്ടിഫിക്കറ്റ് ഫോർ ഡിഡക്ഷൻ ഫോർ ടാക്സ് അറ്റ് ലോവർ റേറ്റ്. അതിന് എല്ലാ പ്രൊവിഷനും ഉണ്ടായിരുന്നു. 192, 193, 194LA, 194A, C, D, G, H, I, J, K, LA, M ഇത്രയും പ്രൊവിഷൻ്റെ കൂടെ ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്ത് Q ഏതായിരുന്നു, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കേസില്ല, 50 ലക്ഷത്തിൽ മുകളിൽ സെയിൽ വരുമ്പോൾ 1% വരുന്ന കേസ്, അതിൽ 194Q ആ TDS ഇല്ലേതാണ്, അതിൽ കൂടി ഉൾപ്പെടുത്തി. മുൻപ് അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി. അത് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ 194Qൻ്റെ കേസിലും ടാക്സ് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് TDS കട്ട് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, 194Qൻ്റെ കേസിൽ എനിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം.
അയ്യോ ലാസ്റ്റ് ഇൻ കേസ് ഓഫ് ടി സി എസിൽ ഒരു ചേഞ്ച് ഉണ്ട്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ 206C1F അതിൽ 1% നമ്മൾ എക്സീഡ് 10 lakh അബോവ് വരുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 1% ടി സി എസ് കളക്ട് ചെയ്യും എന്നുള്ളൊരു പോയിന്റിൽ മോട്ടോർ വെഹിക്കിളും ഓർ എനി അതർ നോട്ടിഫൈഡ് ഗുഡ്സ് എന്നാക്കി. ഓക്കെ, നോട്ടിഫൈഡ് ഗുഡ്സ് എന്തൊക്കെയാണ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് എവിടെയും കണ്ടില്ല. സോ വേറെ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്യുമായിരിക്കും. അപ്പം മോട്ടോർ വെഹിക്കിളോ വേറെ ഒരു നോട്ടിഫൈഡ് ഗുഡ്സോ വാല്യൂ 10 lakh എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 1% ടി സി എസ് കളക്ട് ചെയ്യും എന്നുള്ള പോയിന്റ്. പഴയ പോയിന്റ് തന്നെ, ജസ്റ്റ് അതർ നോട്ടിഫൈഡ് ഗുഡ്സും കൂടി ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിച്ചു. ഇത്രേ ഉള്ളൂ. 206C1F. ആൻഡ് ലാസ്റ്റ് നമ്മൾ ടി ഡി എസ് ഫീസിയസ് പ്രൊവിഷൻ അമെൻമെന്റ്സ് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് ഈസ് അസസ്മെന്റ് പ്രൊസീജിയറിലുള്ള ലാസ്റ്റ് ഇച്ചിരി നമ്മൾ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ സാധനം. അതായത് നമ്മൾ ആധാർ നമ്പർ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പാൻ കാർഡ് എടുക്കുക, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആധാർ നമ്പർ കാണിക്കണം. അപ്പോൾ ചില കേസിൽ ആധാർ നമ്പർ ഇല്ലാത്ത നമ്മൾക്ക് എന്ത് ചെയ്യാം, എൻറോൾമെന്റ് ഐ ഡി വെച്ച് കാണിക്കാം. അതായത് ആധാറിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് ആധാർ ഇല്ല, അപ്പോൾ എനിക്ക് പാൻ എടുക്കും വേണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അക്ഷയ പോയിട്ട് എന്ത് ചെയ്യാം, ആധാറിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആധാർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു എൻറോൾമെന്റ് ഐ ഡി കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, എനിക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു മുന്നേ. ഇപ്പോൾ പറ്റൂല. ദ ഓപ്ഷൻ ഓഫ് കോട്ടിംഗ് എൻറോൾമെന്റ് ഐ ഡി ഈസ് നൗ ഡിസ്കണ്ടിന്യൂഡ്. അതായത് ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ പാൻ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ആധാർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആധാർ ഇല്ലാതെ പാൻ എടുക്കാൻ പറ്റില്ല. പണ്ട് എൻറോൾമെന്റ് ഐ ഡി വെച്ച് ചെയ്യായിരുന്നു, എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ട് പാൻ എടുക്കായിരുന്നു. ഇപ്പോൾ പറ്റൂല, ആധാർ നിർബന്ധമാണ്. ഇനി ഓൾസോ എ പേഴ്സൺ വാസ് അലോട്ടഡ് പാൻ ഓൺ ദി ബേസിസ് ഓഫ് എൻറോൾമെന്റ് ഐ ഡി ഓഫ് ആധാർ ആപ്ലിക്കേഷൻ ഫോം ഹാസ് ടു ബി ഇൻറ്റിമേറ്റ് ഈസ് ആധാർ നമ്പർ ടു പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. അതായത് ഞാനിപ്പം പാൻ എടുത്തിട്ടുണ്ടായിരിക്കുന്നത് മുമ്പൊക്കെ എങ്ങനെ എന്ത് ചെയ്യുന്ന എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ട് പാൻ എടുക്കാമായിരുന്നല്ലോ. അപ്പം ഞാൻ ഓൾറെഡി പാൻ എടുത്തിട്ടുള്ളത് എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. ഞാൻ എന്ത് ചെയ്യണം, ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആധാർ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം പാനിൽ. എനിക്ക് പാൻ അലൗട്ട് ചെയ്തത് എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്തത് എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ആധാർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് പാനിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ടുള്ള കളി ഇപ്പോൾ നടക്കില്ല, ആധാർ തന്നെ വേണം എന്നുള്ള പോർഷൻ. അതും അപ്ലൈ 1/10/2024 തൊട്ട്. അയ്യോ കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി അമെൻമെന്റ്സ്. സോ വി ജസ്റ്റ് കംപ്ലീറ്റഡ് ഓൾ ദി അമെൻമെന്റ്സ്. ഇതിനപ്പുറം അമെൻമെന്റ് ഇല്ല. ഇതിലാകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് അധികം ഉള്ളത് ക്യാപിറ്റൽ ഗെയിനിൽ മാത്രം. അത് ഞാൻ പറ്റുന്നിടത്തോളം മാക്സിമം എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സംശയമുള്ളവർ യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ അഗെയിൻ. ഞാൻ മൊബൈൽ നമ്പർ താഴെ കോട്ട് ചെയ്യാം. ആൻഡ് യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് മീ ഇഫ് യു ഹാവ് എനി ക്വയറീസ്. 8943081450. ഒന്നുകൂടി പറയാം, 8943081450. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നെ കിട്ടും. വാട്സപ്പ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. DT and details. So DTയുടെ അമെൻമെന്റ് വീഡിയോ ഇത്രേ ഉള്ളൂ. This is not a complication. No need to purchase any video, no need to purchase any new recorded classes. Just watch this video. This is enough. And നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇടുക. ആൻഡ് ഇഷ്ടമല്ലാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക. കമൻറ്റ് യുവർ സജഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സജഷൻസ് കൊടുക്കുക. ആൻഡ് ഓൾ തിങ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നിങ്ങളത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. DTയുടെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം പറ്റുമെങ്കിൽ. അമെൻഡ് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വിൽ ഡു ദാറ്റ് ലേറ്റർ. ആൻഡ് IDTയുടെ അമെൻമെൻറ്റ് വീഡിയോ ചെയ്യാം. DT വീഡിയോ ഇപ്പോൾ ചെയ്തു, IDTയുടെ അമെൻമെൻറ്റ് വീഡിയോ നെക്സ്റ്റ് ചെയ്യും. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ആൻഡ് താങ്ക് യു സോ മച്ച്. കമൻറ്റ് ഇടാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ഞങ്ങൾ അതിലാണ് ജീവിച്ചു പോകുന്നത്. ആൻഡ് യുവർ സജഷൻസ് ഓർ കമൻറ്റ്സ് ഈസ് മൈ എനർജി. ഓക്കെ, മൈ സീക്രട്ട് ഓഫ് എനർജി. ഓക്കെ, ശരിടാ, ബൈ. ശരി, ബൈ.